പ്രിയമുള്ളവരെ, ഇത് റേഡിയോ നെയ്തൽ 107.8 FM. നമ്മളിന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പയെ അനുസ്മരിക്കുകയാണ്. എല്ലാവരും ഇതിനകം വാർത്തകളിലൂടെയും മറ്റ് മാധ്യമങ്ങളിലൂടെയും എല്ലാം അറിഞ്ഞിട്ടുണ്ട്. അദ്ദേഹം നിത്യതയിൽ വിലയം പ്രാപിച്ചിരിക്കുന്നു. ഒരു പക്ഷേ ഈ സമയത്ത് ലോകത്തുള്ള എല്ലാ വ്യക്തികൾക്കും, ജാതി മത ഭേദമെന്നെ എല്ലാവർക്കും അദ്ദേഹത്തിൻ്റെ വിയോഗം ഒരു ദുഃഖകരമായ കാര്യമാണെങ്കിലും ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ വിയോഗം ദുഃഖിക്കാനുള്ളതല്ല, കൂടുതൽ കരുത്തോടെ പ്രവർത്തിക്കാനും ചിന്തിക്കാനുമുള്ളതാണ് എന്നാണ് കരുതുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ അദ്ദേഹത്തെക്കുറിച്ച് വളരെ ക്രിയാത്മകമായി മനസ്സിലാക്കുക എന്നതാണ് ഒരാൾ നമ്മെ കടന്നു പോകുമ്പോൾ ചെയ്യാനുള്ള ഏറ്റവും വലിയൊരു കാര്യം. അതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ നടക്കുന്ന ഈ ഒരു ചർച്ച. ഇതിന് മറ്റൊരു ബേസിസ് കൂടിയുണ്ട്. ഫ്രാൻസിസ് മാർപ്പാപ്പ ഒരു ജീവിത ചരിത്രം തന്നെ എഴുതിയിട്ടുണ്ട്. അത് നമ്മുടെ മലയാള ഭാഷയിലേക്ക് ശ്രീ PJJ ആൻ്റണി സാറ് പരിഭാഷപ്പെടുത്തിയിട്ടുമുണ്ട്. ഫ്രാൻസിസ് മാർപ്പാപ്പയെക്കുറിച്ച് ഫ്രാൻസിസ് മാർപ്പാപ്പ ജീവിതം എൻ്റെ ജീവിതകഥ ചരിത്രത്തിലൂടെ എന്ന തരത്തിൽ ആത്മകഥ പുറത്തിറക്കിയിട്ടുണ്ട്. ആ പുസ്തകം ഇപ്പോൾ മിക്കവാറും എല്ലായിടത്തും അവൈലബിളാണ്. ഈ പുസ്തകം ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നിശ്ചയമായിട്ടും റേഡിയോ നെയ്തലിനെ സമീപിക്കാവുന്നതാണ്. നമ്മുടെ ഇവിടെയും ഈ പുസ്തകം ലഭ്യമാണ്. ഏതായാലും ആ പുസ്തകവുമായി ബന്ധപ്പെടുത്തി കൂടിയാണ് ഇപ്പോഴുള്ള ചർച്ച മുന്നോട്ട് പോകുന്നത്. ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് PJJ ആൻ്റണി സാർ തന്നെ ഉണ്ട്. അതോടൊപ്പം തന്നെ ശ്രീ സുനിൽ മർക്കോസ്, എല്ലാവർക്കും അറിയാം സുനിൽ മർക്കോസ്. അതോടൊപ്പം അദ്ദേഹത്തോടൊപ്പം നമുക്ക് ഹരികുമാർ വാലേത് സാറും കൂടിയുണ്ട്. ഇവർ രണ്ടുപേരും ഈ റേഡിയോ നെയ്തലിൻ്റെ കുടുംബാംഗങ്ങൾ തന്നെയാണ്. ഒരു പക്ഷേ ഇവർ രണ്ടുപേരെയും കുറിച്ച് ഞാൻ എന്തെങ്കിലുമൊക്കെ പറയുന്നത് അത് കൂടിപ്പോകും, കാരണം എല്ലാവർക്കും പരിചയമുള്ള വ്യക്തികൾ തന്നെയാണ്. ഇവരെല്ലാവരും തന്നെ ഫ്രാൻസിസ് മാർപ്പാപ്പയെക്കുറിച്ച് കാര്യമായി നമ്മളോട് സംസാരിക്കാൻ പ്രാപ്തരുമാണ്. നമുക്ക് ഈ ചർച്ച ആരംഭിക്കുന്നതിന് ബഹുമാന്യനായ PJJ ആൻ്റണി സാറിനെ തന്നെ ആദ്യം ഇതാരംഭിക്കുന്നതിനായി ക്ഷണിക്കുന്നു. പ്രിയമുള്ള റേഡിയോ നെയ്തലിൻ്റെ ശ്രോതാക്കളെ, എനിക്കത് വലിയ സന്തോഷകരമായൊരു അനുഭവമാണ്. അതായത് ഫ്രാൻസിസ് പാപ്പ ഒരു ആത്മകഥ എഴുതുന്നു എന്നുള്ള വാർത്ത ലോകമാധ്യമങ്ങളിൽ കഴിഞ്ഞ ഒരു 10 വർഷത്തിലേറെ വർഷങ്ങളായിട്ട് പ്രചരിച്ചിരുന്നു. എങ്കിലും ആദ്യമൊക്കെ പാപ്പ പറഞ്ഞിരുന്നത് ഇത് എൻ്റെ കാലശേഷം, എൻ്റെ മരണശേഷം മാത്രമേ പ്രകാശിപ്പിക്കാവൂ എന്നാണ് ആദ്യം പറഞ്ഞിരുന്നത്. പിന്നീട് പലരുടെയും നിർബന്ധത്തിന് വഴങ്ങി അതിനെ 2 ഭാഗങ്ങളായിട്ട് തിരിച്ചിട്ട് ആദ്യത്തെയും 2 മാറ്റി ആദ്യത്തേത് പ്രകാശിപ്പിക്കാം എന്ന് അദ്ദേഹം സമ്മതം മൂളി. അപ്പോൾ അത് ട്രാൻസ്ലേറ്റ് ചെയ്യാനായിട്ട് എറണാകുളത്തുള്ള VC തോമസ് എഡിഷൻസാണ് അത് പ്രകാശിപ്പിക്കുന്നത്. അതിനുള്ള ഭാഗ്യം എനിക്കാണ് കിട്ടിയത്. ഞാനതിനെ തീർച്ചയായിട്ടും ഒരു വലിയ പ്രിവിലേജായിട്ടാണ് കരുതുന്നത്. കാര്യം ഇന്ന് നമ്മുടെ ഈ നൂറ്റാണ്ടിലെ ലോകത്തെമ്പാടുമുള്ള മനുഷ്യർ, അതിൽ മതവിശ്വാസികളുണ്ട്, ഈശ്വരവിശ്വാസികളുണ്ട്, ക്രൈസ്തവരുണ്ട്, ക്രൈസ്തവരല്ലാത്തവരുണ്ട്. ഈ എല്ലാ മനുഷ്യരിലും മഹാഭൂരിപക്ഷത്തെയും തന്നിലേക്ക് ആകർഷിച്ച ശരിക്കും ഒരു ആധ്യാത്മിക ലോക ഗുരു എന്ന് തന്നെ പറയാവുന്ന ഒരാളായിരുന്നു ഫ്രാൻസിസ് പാപ്പ. ഒരുപക്ഷെ ഇന്ത്യയിൽ ഇത്രയധികം ആദരിക്കപ്പെടുകയും ഇന്ത്യയിലെന്നല്ല ലോകത്തെമ്പാടും ഇങ്ങനെയുള്ള ഒരാളെ ഉണ്ടായിരിക്കുക ഈ നൂറ്റാണ്ടിൽ, അല്ലെങ്കിൽ പോയ നൂറ്റാണ്ടിൽ, ഈ നൂറ്റാണ്ടിലുമൊക്കെ ആയിട്ട് നമുക്ക് അങ്ങനെ ഇതൊരു മഹാഭാഗ്യമായിട്ടാണ് കരുതുന്നത്. അദ്ദേഹം പോപ്പായിട്ട് വന്നപ്പോൾ തന്നെ നടത്തിയ ആദ്യത്തെ ദിവസത്തെ പത്രസമ്മേളനത്തിൽ അദ്ദേഹം പറയുകയുണ്ടായി, ഞാൻ ഒരു റോമൻ കത്തോലിക്കനാണ്, പക്ഷേ എൻ്റെ ദൈവം ഒരു റോമൻ കത്തോലിക്കനല്ല. ഇത് വാസ്തവത്തിൽ ചെറിയ ഒരു വാചകമാണെന്ന് തോന്നാമെങ്കിലും ഭയങ്കരമായ അതിഗഹനമായ അർത്ഥവ്യാപ്തികൾ ഉൾക്കൊള്ളുന്നതും മനുഷ്യരെ ഒന്നടങ്കം ഒരു കുടക്കീഴിൽ ഒരു സഹോദരന്മാരാണെന്ന് എല്ലാവരും പറയുമെങ്കിലും ഞങ്ങളും നിങ്ങളും എന്നുള്ള വേർതിരിവിനെ പൂർണ്ണമായിട്ട് ഇല്ലായ്മ ചെയ്യുന്ന ഒന്നായിരുന്നു. ഞാൻ കത്തോലിക്കനാണ്, പക്ഷേ എൻ്റെ ദൈവം കത്തോലിക്കനല്ല. എന്തെന്നാൽ ദൈവത്തിന് മതമുണ്ടാകുക സാധ്യമല്ല. ഇതാണ് ഫ്രാൻസിസ് പാപ്പായ മറ്റെല്ലാ ലോക ഗുരുക്കളിൽ നിന്നും രാഷ്ട്രീയ നേതാക്കൾ എല്ലാവരിൽ നിന്നും നമ്മൾ നിങ്ങൾ എന്നുള്ള വേർതിരിവ് ഒഴിവാക്കിക്കൊണ്ട് ദൈവത്തിനു പോലും, തനിക്കെന്നല്ല ദൈവത്തിനു പോലും അങ്ങനെ മതപരമായ വേർതിരിവില്ല എന്ന് വ്യാഖ്യാനിച്ച ഒരു ആധ്യാത്മിക പുരുഷനായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ആത്മകഥയിൽ തന്നെ വളരെ വൈകി
ഈ 22 വയസ്സ് വരെ അദ്ദേഹത്തിന് വാസ്തവത്തിൽ ഇങ്ങനെ ഒരു പുരോഹിതനാകണമെന്നോ അധ്യാത്മീയ ജീവിതത്തിലേക്ക് പോകണമെന്നോ ഒന്നും യാതൊരു ചിന്തയും ഉണ്ടായിരുന്നില്ല. വളരെ രസകരമായിട്ടുള്ള ഒരു കാര്യം, അദ്ദേഹം ഒരു ബൗൺസറായിരുന്നു. ബൗൺസർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങൾ, അതായത് സ്ത്രീകളും മറ്റുള്ളവരുമൊക്കെ വരുന്ന സ്ഥലങ്ങളിൽ, ഹോട്ടലുകളിൽ, ബാറുകളിലൊക്കെ കുഴപ്പക്കാരായിട്ട് വരുന്നവരെ അല്പം കുഴപ്പമുണ്ടാക്കി തന്നെ പിടിച്ച് പുറത്താക്കുന്ന ആളുകളെയാണ് ബൗൺസർമാർ ഇപ്പോഴും ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ജോലിയിലേക്കാണ് അദ്ദേഹം തിരിഞ്ഞതും. അവിടെ നിന്നാണ് 22 വയസ്സുള്ളപ്പോൾ അദ്ദേഹം ഈശോ സഭയുടെ ഒരു അർത്ഥിയായിട്ട് പൗരോഹിത്യ ജീവിതത്തിലേക്ക് കടക്കുവാനുള്ള ആദ്യത്തെ പടി എന്ന നിലയിൽ അദ്ദേഹം അതിനെക്കുറിച്ചെല്ലാം അദ്ദേഹം എന്തുകൊണ്ട് തൻ്റെ വഴി അപ്രകാരം ആയി എന്നതിനെക്കുറിച്ചൊക്കെ മാർപ്പാപ്പ ഇതിനകത്ത് വിശദമായിട്ട് തന്നെ, വളരെ വ്യക്തിപരമായിട്ട് തന്നെ വിശദമായിട്ട് തന്നെ പറയുന്നുള്ള ഒരു ചെറുപ്പക്കാർക്കും കൗമാരക്കാർക്കും പ്രായമുള്ളവർക്കും എല്ലാം ഒരുപോലെ തൻ്റെ സത്വത്തെ, തൻ്റെ ആന്തരികതയെ വെളിപ്പെടുത്തിക്കൊണ്ട് മനുഷ്യത്വത്തിലേക്ക് ആകർഷിക്കുന്ന ഒരു വ്യക്തിപ്രഭാവമായിരുന്നു അദ്ദേഹത്തിൻ്റെ. അദ്ദേഹം സഭയിൽ വന്നപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ സഭയിലും അദ്ദേഹത്തിൻ്റെ 100% ആളുകളും അദ്ദേഹത്തോട് അനുകൂലിക്കുന്നവരായിരുന്നില്ല. ഒരുപക്ഷെ നമുക്കെല്ലാവർക്കും അറിയാം, കത്തോലിക്കർക്ക് തീർച്ചയായിട്ടും അദ്ദേഹത്തെ ഓട് ചേർന്ന് പോവുക മാത്രമേ സാധ്യമുള്ളൂ. എങ്കിൽ പോലും വളരെ കൃത്യമായിട്ട് തന്നെ വിയോജിപ്പ് പ്രകടിപ്പിച്ച കർദിനാൾമാരും മെത്രാന്മാരും അച്ഛന്മാരും ലോകമെമ്പാടുമുണ്ട്. കേരളത്തിലുള്ള ചില പുരോഹിതന്മാരെങ്കിലും അല്ലെങ്കിൽ അൽമായ നേതാക്കളുണ്ട്. കർദിനാൾമാരും അങ്ങനെ അല്ലെങ്കിൽ ആർച്ച് ബിഷപ്പ്മാരുണ്ടോ എന്ന് എനിക്കറിയില്ല, പരസ്യമായിട്ട് വന്നിട്ടില്ല. എങ്കിൽ ഈ ദിവസങ്ങളിൽ പല ആളുകളും കാര്യം അവരുടെ എല്ലാം എതിർപ്പ് അത് നമ്മൾ ഗുണങ്ങളായിട്ട് കാണുന്നതിനെ അത് അവർ ദോഷമായിട്ട് കണ്ടുവന്നു. ഇപ്പോൾ അമേരിക്കയിലെ ബിഷപ്പ് കോൺഫറൻസിൽ, അമേരിക്കൻ ബിഷപ്പുമാരുടെ കോൺഫറൻസിൽ തന്നെ മാർപ്പാപ്പ ഇത് ഒരേ ലിംഗത്തിലുള്ള ആളുകൾ തമ്മിലുള്ള സ്വർഗാനുരാഗികളെ പാപികളെന്ന് വിളിക്കുവാൻ വിസമ്മതിച്ചു എന്നുള്ളതാണ്. അക്കാര്യത്തിലാണ് അവർക്ക് മാർപ്പാപ്പയുടെ വിയോജിപ്പുണ്ടായത്. മാർപ്പാപ്പ പറഞ്ഞത് ഒരാൾ സ്വാതന്ത്ര്യത്തോടെ തിരഞ്ഞെടുക്കുന്ന ഒരു വഴിയല്ല സ്വർഗാനുരാഗം, സൃഷ്ടിയിൽ തന്നെ അതുള്ളതാണ്, മനുഷ്യൻ്റെ ഉള്ളിൽ തന്നെ ഉള്ളതും. അപ്പോൾ സൃഷ്ടികർത്താവും അപ്രകാരം അവരെ സൃഷ്ടിച്ചിരിക്കുന്നതിന് ആ പേരിൽ അവരെ പാപി എന്ന് വിളിക്കാൻ ഞാൻ തയ്യാറല്ല എന്ന് പറഞ്ഞതാണ് അമേരിക്കൻ ബിഷപ്പുമാരിലെ വളരെ ചെറിയ ഒരു കൂട്ടം ആളുകളെ ഉള്ളൂ, 4ൽ 1 പോലും അതിന് താഴെയുള്ള ആളുകളെ പ്രകോപിപ്പിച്ചത്. അപ്പോൾ ഇന്ത്യയിലാണോ അല്ലെങ്കിൽ കേരളത്തിലാണെന്ന് വരികയില്ല, നമുക്കറിയാവുന്നത് പോലെ മാർപ്പാപ്പ മധ്യ മെഡിറ്ററേനിയനിലും മറ്റൊക്കെയുള്ള കോൺഫ്ലിക്റ്റുകൾ, ഇസ്രായേലും ഒരു വശത്തും പാലസ്തീൻ മറുവശത്തോടെ വരുന്ന ഭാഗത്ത് ആരുടെയും പക്ഷം പിടിച്ചില്ലെങ്കിലും മാർപ്പാപ്പ വ്യക്തമായിട്ട് പറഞ്ഞു, എല്ലാ യുദ്ധങ്ങളും വേദനിപ്പിക്കുന്നതും പ്രയാസപ്പെടുത്തുന്നതും ദുർബലരെയാണ്. ഇസ്രായേലിലുള്ള ദുർബലരെയും പാലസ്തീനുള്ള വിശേഷിച്ച് സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും ഇത്രമേൽ അപകടത്തിലാക്കുന്ന, ദുരിതത്തിലാക്കുന്ന, വേദനിപ്പിക്കുന്ന, കൊല്ലുന്ന ഈ യുദ്ധമെന്ന് പറയുന്നത് മനുഷ്യരാശിക്ക് പിടിക്കുന്ന ഭ്രാന്താണ്. ഇസ്രായേലിൻ്റെയും പാലസ്തീൻ്റെയും ഭ്രാന്താണിതെന്ന് തുറന്നു പറയുകയും ഗാസയിലെ ബോംബിങ് അവസാനിപ്പിക്കണമെന്നും പറഞ്ഞതാണ് അവസാനമായിട്ട് മാർപ്പാപ്പ ചെയ്ത ആഹ്വാനം. ഏറ്റവും അവസാനം ആ ഒരു കാര്യത്തിലാണ് തികഞ്ഞ മതങ്ങളിലെ ഒരു മതത്തിൻ്റെ ആളുകളെ വിയോജിപ്പ് പ്രകടിപ്പിക്കുന്ന മനുഷ്യരെ സംബന്ധിച്ചുള്ള അങ്ങനെയുള്ള സകല മനുഷ്യരും ഒന്നാണ് എന്നുള്ളൊരു വീക്ഷണം അവർക്ക് ഇഷ്ടമില്ലാതെ പോയ ധാരാളം ആളുകൾക്ക് എനിക്ക് വ്യക്തിപരമായിട്ട് തന്നെ പരിചയമുള്ള മനുഷ്യരുണ്ട്. അപ്പോൾ മാർപ്പാപ്പായിൽ ലോകത്തിൽ നല്ലൊരു വിഭാഗം ആളുകൾ മനുഷ്യത്വമായിട്ട് കണ്ട, ഗുണമായിട്ട് കണ്ട അതേ കാര്യങ്ങൾ കൊണ്ട് തന്നെയാണ് ചില ആളുകൾ അദ്ദേഹത്തോട് വിയോജിച്ച് പ്രകടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നിൽക്കുകയാണെന്ന് വരികയും നമ്മൾ മൊത്തത്തിൽ നോക്കിയാൽ ലോകത്തിലുള്ള മുഴുവൻ മനുഷ്യരെയും, ആണോ പെണ്ണോ അല്ലെങ്കിൽ കറുത്തവനോ വെളുത്തവനോ അല്ലെന്ന് വരികയും ഇന്ന രാജ്യത്തുകാരനോ മറ്റൊരു രാജ്യത്തുകാരനോ ഇന്ന ഭൂഖണ്ഡത്തിൽപ്പെട്ടയാളോ മറ്റൊരു അങ്ങനെയുള്ള വേർതിരിവുകളെ ഇല്ലാതാക്കി മനുഷ്യരെ ഒന്നായിട്ട് കണ്ട് അവരെ അഭിസംബോധന ചെയ്ത ആദ്യത്തെ ലോകഗുരു എന്ന സ്ഥാനം, ആധുനിക കാലത്തെ പ്രഥമ ലോകഗുരു എന്നുള്ള സ്ഥാനം നമുക്ക് ഫ്രാൻസിസ് പാപ്പായ്ക്ക് കൊടുക്കുന്നതിൽ എന്നെപ്പോലെ നിങ്ങൾക്ക് ആർക്കും തന്നെ വിയോജിപ്പുണ്ടാവുകയില്ല. 100% നമുക്ക് അദ്ദേഹത്തോട് യോജിക്കുന്നോ ഇല്ലയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ വിയോജിപ്പുകൾ കണ്ടേക്കാം. എങ്കിൽ പോലും ഇദ്ദേഹത്തെ പോലെ ലോകത്തെ ഒന്നടങ്കം ഇൻസ്പയർ ചെയ്ത, പ്രചോദിപ്പിച്ച, കൂടുതൽ മികച്ച മനുഷ്യരായിരിക്കാൻ, ഒരു മികച്ച കത്തോലിക്കനോ മികച്ച മതാനുയായിയോ മികച്ച ക്രൈസ്തവനോ ആകുക എന്നതിനേക്കാൾ ഉപരിയാണ് മികച്ച മനുഷ്യനായിരിക്കുക എന്ന് തുറന്നു പറഞ്ഞ ഒരു പോപ്പാണ് ഇവിടെ വാങ്ങിയിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ വന്നിരിക്കാനും ഈ റേഡിയോയുടെ ഈ ചർച്ചയിൽ പങ്കെടുക്കാനും എനിക്ക് സാധിച്ചത് വലിയ ഒരു അനുഗ്രഹമായിട്ട് ഞാൻ കരുതുന്നു. ഇനി നമുക്ക് മറ്റുള്ളവരെയും കേൾക്കാം. ഇതാ വളരെ ഗൗരവമായിട്ട് തന്നെ ഈ വിഷയം അങ്ങ് കൈകാര്യം ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ പറഞ്ഞു നിർത്തിയെടുത്ത് ഞാൻ തുടങ്ങുകയാണ്.
ഈ ഫ്രാൻസിസ് മാർപ്പാപ്പയാണ് യൂറോപ്പിന് പുറത്തു നിന്ന്, പ്രത്യേകിച്ചും ലാറ്റിൻ അമേരിക്കയിൽ നിന്ന്, അർജൻറ്റീനയിൽ നിന്ന് ഒരാൾ പോപ്പാകുന്നത്. നിശ്ചയമായും കർദിനാൾമാരുടെ ഒരു സംഘം എടുത്തു നോക്കുകയാണെങ്കിൽ മജോറിറ്റി യൂറോപ്യൻസാണ്. ഈ നമ്മൾ സാധാരണ വേർതിരിവുകളൊന്നും കാണുന്നില്ലെങ്കിൽ പോലും മാർപ്പാപ്പയാണെങ്കിലും അച്ഛനാണെങ്കിലും മെത്രാനാണെങ്കിലും ചില ഇഷ്ടങ്ങളും ഇഷ്ടക്കേടുകളും ഒക്കെ ഉണ്ടാകാവുന്നതാണ്. ഈ മാർപ്പാപ്പ അവിടെ വാസ്തവത്തിൽ ഈ കോളേജ് ഓഫ് കാർഡിനൽസ് ഉണ്ടല്ലോ, അവരുടെ കൂട്ടത്തിൽ ഒരുപക്ഷെ ഞാൻ വിചാരിക്കുന്നത് ഇദ്ദേഹത്തിൻ്റെ ഈ ഔട്ട്സ്പോക്കൺ നേച്ചറും അതുപോലെ വളരെ റെവല്യൂഷണറി ആയിട്ടുള്ള സ്റ്റെപ്സും കൊണ്ട് വല്ലാണ്ട് സംഘർഷഭരിതനും അതുപോലെ വളരെയേറെ ഒറ്റപ്പെടലുകളും ഒക്കെ അനുഭവിച്ച് കാണും എന്നൊരു വിചാരം എനിക്ക്. സാർ ഈ പുസ്തകം വായിച്ചപ്പോൾ സാറിന് അങ്ങനെ എന്തെങ്കിലും തോന്നി? തീർച്ചയായിട്ടും. പ്രത്യേകിച്ച് ഒരു പുരോഹിതനായി കഴിഞ്ഞ് അദ്ദേഹം പടിപടിയായിട്ട് ഉയർന്ന് അർജൻറ്റീനയിലെ ഈശോ സഭക്കാരുടെ മുഴുവൻ തലവനായിട്ട് സുപ്പീരിയർ ജനറലായിട്ട് അഭിഷിക്തനായി ഇരുന്ന് അത് ഭരിക്കുന്ന കാലത്താണ് അവിടെ ഒരു ഏകാധിപതി ഭരണത്തിൽ വന്നു. ആ ഏകാധിപതി ഒരു വലിയ പുരോഗമന വിരുദ്ധനും ഈ മുതലാളിത്ത മൂലധന വ്യവസ്ഥയോട് യോജിച്ചു നിൽക്കുന്ന ആളുമായതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, ഈശോ സഭക്കാരുടെ ഇടതുപക്ഷ ചായ്വിനെ ഞാൻ അംഗീകരിക്കുന്നില്ല. നിങ്ങളുടെ കീഴിലുള്ള എല്ലാ പുരോഹിതന്മാരും ഈ ഗ്രാമങ്ങളിൽ മനുഷ്യരെ, ചെറുപ്പക്കാരെ തൊഴിൽ പഠിപ്പിക്കുന്ന നിൽക്കുന്ന ആളുകളെ തിരിച്ചു വിളിക്കണമെന്ന് പറഞ്ഞു. തിരിച്ചു വിളിക്കണമെന്ന് പറഞ്ഞപ്പോൾ മാർപ്പാപ്പ അതിനെക്കുറിച്ച്, ഇപ്പോഴത്തെ പാപ്പ അന്ന് ജോർജ് ബെർഗോളിയോ ജനറൽ ബെർഗോളിയോ, അദ്ദേഹം ഓർത്തു ശരിയാണ്, എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ടത് എൻ്റെ സന്യാസി സഭയിലെ അംഗങ്ങളുടെ ജീവനാണ്. നിങ്ങളെ തിരിച്ചു വിളിക്കുന്നില്ല എങ്കിൽ അവരെ സാധാരണ പൗരന്മാരായിട്ട് കണക്കാക്കി അവരുടെക്കെതിരെ സ്വീകരിക്കുന്ന വെടിവെച്ച് കൊല്ലുന്ന ഉൾപ്പെടെയുള്ള ശിക്ഷാ നടപടികൾ ഞാൻ സ്വീകരിക്കും. ജനറൽ വിഡേല പറഞ്ഞു. വിഡേല അങ്ങനെ പറഞ്ഞപ്പോൾ ഇദ്ദേഹം എല്ലാ ആളുകൾക്കും കത്തയച്ചിട്ട് തിരിച്ച് തിരിച്ചു. 2 പേര് വന്നില്ല. 2 പേര് വരാൻ വിസമ്മതിച്ചു. അപ്പോൾ പാപ്പ പറയുന്നത് അവർക്ക് അവരുടെ റീസണിനോട് എനിക്ക് എതിർക്കാനൊന്നും എനിക്ക് തോന്നിയില്ല, അല്ലെങ്കിൽ എതിർപ്പോൾ അത് തെറ്റാണെന്ന് പറയാൻ എനിക്കാവുകയില്ല. എങ്കിൽ പോലും അവരുടെ ജീവന് ഞാൻ പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് അവരെല്ലാവരും ബ്യൂണസ് അയേഴ്സിലേക്ക് വരാൻ ഞാൻ ആവശ്യപ്പെട്ടു. അത് വന്നില്ല. അപ്പോൾ അത് കഴിഞ്ഞ് ഇതെല്ലാം കഴിഞ്ഞു. ജനറൽ വിഡേല അധികാരത്തിൽ നിന്ന് പോയി തിരിച്ച് ജനാധിപത്യ ഗവൺമെൻറ് അവിടെ വന്നപ്പോൾ പത്രങ്ങളിലും മറ്റുമൊക്കെ മാർപ്പാപ്പ ചെയ്തത് ശരിയായില്ല, അങ്ങനെ ഒരു ഏകാധിപതിയെ ഭയപ്പെടേണ്ടതുണ്ടോ എന്നെല്ലാം പറഞ്ഞു. ഈശോ സഭ അദ്ദേഹത്തെക്കുറിച്ച് അന്വേഷിക്കാനായിട്ട് ഒരു സംഘത്തെ നിയമിച്ചു. ഈശോ സഭ അദ്ദേഹത്തെ വിചാരണ ചെയ്തിട്ട് കുറ്റം ചെയ്തിട്ടുണ്ട് എന്നാണ് ആ സംഘത്തിൽ. അപ്പോൾ പാപ്പ പറഞ്ഞു, എൻ്റെ മനസ്സാക്ഷിക്കനുസരിച്ച് ഞാൻ ചെയ്തിട്ടില്ല. അവരുടെ ജീവനുമുണ്ട്. അവിടെയുള്ള ഈ ജനറൽ വിടേല മാറിപ്പോകുമെന്നും അത് കഴിഞ്ഞ് വീണ്ടും നമുക്ക് പഠിപ്പിക്കാൻ പോകാം എന്നും എനിക്കറിയാം. അപ്പോൾ ഞാൻ കാലത്തെ ഒരു നീളത്തിൽ കണ്ടപ്പോൾ അവർ ആ പ്രത്യേക പരിസ്ഥിതിയിലേക്ക്, അപ്പോൾ അവരുടെ ചെറിയ ഒരു കാഴ്ചയാണെന്ന് ഞാൻ പറയുകയുള്ളൂ. ഞാൻ അവരുടെ ജീവനെയാണ് നോക്കിയത്. ഏതായാലും പാപ്പ തിരിച്ചു വന്നു. പാപ്പായ്ക്ക് ശിക്ഷയൊന്നും കൊടുക്കാൻ അവർ തീരുമാനിച്ചില്ല, എങ്കിലും ജനറൽ സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്തു. വെച്ചാൽ ഈ പേരിലല്ല, അടുത്ത തിരഞ്ഞെടുപ്പിൽ അത് ചെയ്യാതെ ദൂരമായിട്ടുള്ള ഒരു റിമോട്ട് ഏരിയയുടെ, അർജൻറ്റീനയുടെ ഒരു റിമോട്ട് ഏരിയയിൽ ബ്യൂണസ് അയേഴ്സിൻ്റെ വളരെ ദൂരെയുള്ള ഒരു സ്ഥലത്ത് ഇംഗ്ലീഷ് അധ്യാപകനായിട്ട്, പുള്ളി ക്വാളിഫൈഡ് ഇംഗ്ലീഷ് അധ്യാപകനുമാണ്, അങ്ങോട്ട് നിയമിച്ച് അവിടെ പോയി അപ്പോൾ ആ സമയത്തൊക്കെ പുള്ളിക്ക് തോന്നി, ഞാൻ എത്ര സത്യസന്ധമായിട്ട് എല്ലാവരുടെയും താല്പര്യങ്ങളെ ചൊല്ലി പ്രവർത്തിച്ചിട്ടും എനിക്ക് ഇങ്ങനെയാണല്ലോ. അപ്പോൾ പാപ്പ ഓർത്തത്, ഇത് ദൈവത്തിന് എന്നെ ചിലത് പഠിപ്പിച്ചു തരാറുണ്ട്, ചിലത് കാണിച്ചു തരാറുണ്ട്. അതിൻ്റെ ഒരു ഭാഗമാണിത്. ഇവിടെ താമസിച്ചുകൊണ്ട് എല്ലാ ദിവസവും വൈകുന്നേരവും ചേരി പ്രദേശങ്ങളിലേക്ക് നടക്കാൻ പോകുമ്പോൾ അവിടെ എവിടെയെങ്കിലും അർജന്റീനക്കാരുടെ ഒരു പ്രത്യേക കാപ്പിയുണ്ട്, ഏതാണ്ടൊക്കെ ഇട്ട് തിളപ്പിക്കുന്നത്. അതിൻ്റെ മണം കേട്ടാൽ ആ വീട്ടിൽ കയറി ചെന്ന് അവരുടെ കൂടെ ഇരുന്ന് വർത്തമാനം പറഞ്ഞ് ഈ കാപ്പി കുടിച്ചിട്ട് അങ്ങനെയാണ് തിരിച്ചു വരുന്നത്. ഇങ്ങനെ ഒരുപാട് വീടുകൾ കയറി ഇറങ്ങുമ്പോൾ ഈ കാര്യം ബ്യൂണസ് അയേഴ്സിലെ അന്നത്തെ കർദിനാളിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടപ്പോഴത്തേക്ക് ഏതോ ഒരു ദൈവനിയോഗം എന്നൊക്കെ നമുക്ക് പറയാം. തൻ്റെ ആർച്ച് ഡയസസിൽ ബിഷപ്പുമാരായിട്ട് പ്രൊമോട്ട് ചെയ്യാൻ ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകളുടെ ലിസ്റ്റ് വത്തിക്കാനിലേക്ക് അയച്ചപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പേരും കൂടി അയച്ചു. അപ്പോൾ ഇവർ ശിക്ഷിച്ച് അദ്ദേഹത്തെ അങ്ങോട്ട് അയച്ചില്ല എങ്കിൽ അദ്ദേഹം ബിഷപ്പാവുകയില്ല.
ഒരിക്കലും ആവുകയില്ല. അത് വത്തിക്കാനിൽ നിന്നും അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്ത് വിളിച്ചു പറഞ്ഞു, എന്ത് പറ്റി ലിസ്റ്റിൽ പേരുണ്ടല്ലോ. പുള്ളി അത്ര വിശ്വസിച്ചു. ഏതായാലും പുള്ളി ബിഷപ്പാകുന്നു, പിന്നീട് ആർച്ച് ബിഷപ്പാകുന്നു, കർദിനാളാകുന്നു, പോപ്പാകുന്നു. അപ്പോൾ ഇതിൻ്റെ എല്ലാം പിന്നിൽ പാപ്പ പറയുന്ന ജീവിതത്തിലെ പ്രതിസന്ധികൾ, പ്രതിബന്ധങ്ങളെ നമ്മൾ ഒരിക്കലും തിന്മയായിട്ടോ ദോഷമായിട്ടോ കാണരുത്. നമ്മുടെ ജീവിതത്തിൽ അതിന് വലിയ പ്രാധാന്യമാണ്. പക്ഷേ അതായിരിക്കും പ്രധാനപ്പെട്ട് എനിക്ക് കിട്ടിയ പ്രമോഷനുകളേക്കാൾ കൂടുതലായിട്ട് ഇതിങ്ങനെ വന്നു. അപ്പോൾ പാപ്പായെ എതിർക്കുന്ന ആളുകൾ അല്ലെങ്കിൽ പാപ്പായുടെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികൾ ഉണ്ടായപ്പോൾ പുള്ളിയുടെ ആ ഫേം ഡിസിഷൻ, അതായത് പാപ്പ അതിൽ പറഞ്ഞിരിക്കുന്നത്, ജീവിതത്തെ നമ്മൾ 5 കൊല്ലമായിട്ടോ 10 കൊല്ലമായിട്ടോ കാണരുത്. ജീവിതത്തെ നമ്മൾ ചുമ്മാ സങ്കല്പിക്കുക, നമ്മൾ 100 കടന്നുമൊക്കെ ജീവിക്കുമെന്ന്. അങ്ങനെ ദീർഘമായ ജീവിതത്തെ കണ്ടുകൊണ്ടേ നമ്മൾ തീരുമാനമെടുക്കാവൂ. എനിക്കത് വളരെ ശ്രദ്ധേയമാണ്. ഞാൻ പറഞ്ഞു വന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ മാർപ്പാപ്പായുടെ ജീവിതത്തിൽ ഞാൻ പല മാർപ്പാപ്പമാരുടെ ലൈഫിനെ കുറിച്ച് ഇങ്ങനെ പഠിക്കുകയും മനസ്സിലാക്കുകയൊക്കെ ചെയ്ത കൂട്ടത്തിൽ, ഈ മാർപ്പാപ്പയായി കഴിഞ്ഞാൽ, ഒരാൾ മാർപ്പാപ്പയായി കഴിഞ്ഞാൽ ഈ മാർപ്പാപ്പയ്ക്ക് തെറ്റാവരം ഉണ്ടെന്ന് ഒരു സങ്കല്പമുണ്ട്. എന്ന് പറഞ്ഞാൽ അദ്ദേഹം പഠിപ്പിക്കുന്നത് തെറ്റാത്ത കാര്യങ്ങളാണ്, തെറ്റുണ്ടാവില്ല അതിൽ. അതുകൊണ്ട് അതിനകത്ത് ക്രിട്ടിസൈസ് ചെയ്യാൻ ആരും സാധാരണഗതിയിൽ മുതിരില്ല. പക്ഷേ ഈ ഫ്രാൻസിസ് മാർപ്പാപ്പ ഇത്രയേറെ ആദരിക്കപ്പെടുന്നുണ്ടെങ്കിൽ അത്രയേറെ ക്രിട്ടിസിസം നേരിട്ടിട്ടുണ്ടെന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. അദ്ദേഹം എടുത്ത സ്റ്റെപ്പുകളെല്ലാം പാരമ്പര്യമായി സഭ നടത്തിപ്പോന്ന ഒട്ടനവധി കാര്യങ്ങളെ മാറ്റിമറിച്ചു. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഞാൻ കുറേയേറെ കാലം ആലപ്പുഴ രൂപതയുടെ ജുഡീഷ്യൽ വിക്കറായിരുന്നു. ജുഡീഷ്യൽ വിക്കറിൻ്റെ മുന്നിൽ ഒരുപാട് കല്യാണ കേസുകൾ വരും. അപ്പോൾ കല്യാണ കേസുകൾ വരുമ്പോൾ അവരെ വിളിക്കണം, അവർ ട്രയൽ നടത്തണം, അത് ജഡ്ജ്മെൻറ്റ് നടത്തണം, എന്നിട്ട് ആ കല്യാണം സാധുവാണോ അസാധുവാണോ എന്ന് പ്രഖ്യാപിക്കണം. ഇങ്ങനെയൊക്കെയുള്ള നടപടിക്രമങ്ങളാണ്, വളരെ സങ്കീർണമായ നടപടിക്രമങ്ങളാണ് സഭയിലുള്ളത്. അതേസമയത്ത് സെക്കുലർ കോർട്ടിൽ നിന്ന് വളരെ വേഗം ഇവർക്ക് ഡിവോഴ്സ് കിട്ടും. പക്ഷേ പള്ളി കോടതി കൊടുക്കത്തില്ല. അങ്ങനെ ഞാൻ ഒരുപാട് ടെൻഷനൊക്കെ അനുഭവിച്ചിട്ടുള്ളൊരു അവസ്ഥയായിരുന്നു അത്. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളിലാണ്, ആ ഒരു അവസ്ഥയിലാണ് മാർപ്പാപ്പ വരുന്നത്. ഈ മാർപ്പാപ്പ വന്നതിന് ശേഷം ഈ സഭാ നടപടികളുടെ പകുതിയിലേറെ സ്റ്റെപ്പുകൾ വെട്ടിക്കളഞ്ഞു. എന്ന് പറഞ്ഞാൽ അദ്ദേഹം പറഞ്ഞു, ഇപ്പം ഞങ്ങൾ ഈ ഡയസിഷൻ ക്യൂരിയയിൽ നിന്നൊരു തീരുമാനം കൊടുത്താൽ ആ തീരുമാനത്തിന്മേൽ അതിൻ്റെ ആർച്ച് ഡയസിഷൻ ക്യൂരിയ അത് അപ്രൂവ് ചെയ്യുകയൊക്കെ ചെയ്യണം. അങ്ങനെയുള്ള നടപടിക്രമങ്ങളൊക്കെ ഉണ്ട്, അതെല്ലാം വേണ്ടെന്ന് പറഞ്ഞു. അങ്ങനെയുള്ള നടപടിക്രമങ്ങളൊക്കെ വളരെ സിമ്പിളാക്കി. എന്നിട്ട് പറഞ്ഞു, നമ്മുടെ മുന്നിൽ വരുന്ന ആളുകളുടെ ജീവിതം നിങ്ങളൊന്ന് നോക്കൂ. ഇത് പേപ്പറല്ല, നമ്മളിവിടെയൊക്കെ പറയുന്നത് ഇത് വെറും പേപ്പറല്ല, അവർ ഓരോരുത്തരുടെയും ജീവിതമാണ്. അപ്പം ഈ സാധാരണഗതിയിൽ സഭയുടെ ഒരു നിലപാടെന്ന് പറയുന്നത്, കല്യാണ ജീവിതത്തിൽ തെറ്റിപ്പോകുന്ന ഒരു പാപികളാണ്, കുർബാന പോലും കൊടുക്കില്ല. അങ്ങനെയൊക്കെ കണക്കാക്കിയിരുന്ന സമയത്താണ് ഇങ്ങനെയുള്ള ആളുകളെ മാർപ്പാപ്പ ചേർത്ത് പിടിക്കുകയും എന്നിട്ട് അവർക്ക് എത്രയും ആശ്വാസകരമായ നടപടിക്രമങ്ങളിലേക്ക് കൊണ്ടുവരികയൊക്കെ ചെയ്തത്. ഇത് പക്ഷെ ചെയ്യുമ്പോൾ എന്തുമാത്രം എതിർപ്പ് ഉള്ളിൽ നിന്നുണ്ടായിട്ടുണ്ടെന്ന് ഞങ്ങളെപ്പോലുള്ളവർക്ക് മനസ്സിലാവും. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പം നമ്മൾ ആ ഒരു കാര്യത്തിലേക്ക് വന്നാണ്. ഇനി നമുക്ക് ഹരികുമാർ വാലിദ് സാർ എങ്ങനെ മാർപ്പാപ്പയെ നോക്കിക്കാണുന്നുവെന്ന് കേൾക്കാം. ലോക ആചാര്യന്മാരുടെ പേര് പറയാൻ പറഞ്ഞാൽ മതങ്ങളിലേക്കാണ് നമ്മളെല്ലാവരും പോകുന്നത്. അതെ, മതമാണെങ്കിൽ മനുഷ്യനെ മയക്കുന്ന മതം എന്നാണ് ഞാൻ പറയുന്നത്. വിഷം എന്നല്ല പറയുന്നത്, മതം മതിക്കുകയാണ്. മതം എന്ന് പറഞ്ഞാൽ മദ്യപിക്കുന്നതിന് തുല്യമായി മനുഷ്യൻ മാറുന്നു. എനിക്കും വിശ്വസിക്കാൻ ജനിച്ചതൊരു മതത്തിലായിരിക്കാം, പക്ഷേ ആ മതമല്ല മനുഷ്യൻ, അതിനപ്പുറമാണ് മനുഷ്യനെന്ന് കാണിക്കാൻ കഴിഞ്ഞ ഒരാളുടെ പേര് പറയാൻ കഴിഞ്ഞാൽ ഈ അടുത്ത കാലങ്ങളിൽ, പ്രത്യേകിച്ച് ഈ വിജയാനന്ദ സാറ് ആ പുസ്തകം എഴുതിയ സാഹചര്യം, ആ ഒരു ചർച്ചയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞത് ഇന്നെൻ്റെ ഒരു സുഹൃതമായിട്ടാണ് ഞാൻ കരുതുന്നത്. കാരണം ഇങ്ങനൊരു പുസ്തകം നമ്മുടെ നാട്ടിലൊരു മലയാളി, അത് നമ്മുടെ ആലപ്പുഴക്കാരൻ അത് വിവർത്തനം ചെയ്ത് ആലപ്പുഴക്കാർക്കൂടെ വായിക്കാൻ പെട്ടെന്ന് നമുക്ക് കൈ കിട്ടുകയാണ്. അതെ അതെ, ഇതൊരു പാഠഭാഗമാണ്, കുട്ടികൾ പഠിക്കേണ്ടതാണ്, അദ്ദേഹത്തിൻ്റെ പാഠത്തിലേക്ക് വരേണ്ടതാണ്. ഹൈന്ദവ ചിന്താഗതി അനുസരിച്ച് പറയുന്നത് ഏകാദശി നാളിൽ മരിക്കുകയും ദ്വാദശി നാളിൽ ഭൂമിദാനം ചെയ്യുകയും ചെയ്യുന്നയാൾ സ്വർഗീയരാകും എന്നൊരു സങ്കല്പമുണ്ട്. നാടിൻ്റെ ലോകത്തിൻ്റെ പ്രിയങ്കരനായ മാർപ്പാപ്പ
ഉയർപ്പ് തിരുനാളിൻ്റെ തൊട്ടടുത്ത ദിവസമാണ് തൊട്ടടുത്ത ദിവസം അദ്ദേഹം ഈ മണ്ണിൽ നിന്ന് ജീവൻ കൊണ്ട് അദ്ദേഹം മറയുന്നെങ്കിലും അതെ അദ്ദേഹം ഉയർത്തപ്പെടുന്നത്, അദ്ദേഹത്തിന് വാഴ്ത്തപ്പെടുന്നത് ലോകം മുഴുവൻ അദ്ദേഹത്തെ ഇന്ന് ആദരിച്ചുകൊണ്ടിരിക്കുകയാണ്. 24 മണിക്കൂറും ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതെ 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 അദ്ദേഹത്തിൻ്റെ ഭൗതിക ദേഹം മണ്ണിൽ നിന്ന് മറയുമ്പോഴും ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എല്ലാ തരത്തിലും അദ്ദേഹം സ്വർഗീയനായി മാറി അതെ അതെ എന്നാണ് ഞാൻ പറയുന്നത്. തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ രീതി ഏറ്റവും പിന്നിലിരിക്കുന്ന ആളെ അംഗീകരിക്കുക, ഏറ്റവും പിന്നിലിരിക്കുന്ന ആളിനെ മുമ്പിലേക്ക് വിളിക്കുക. സാധാരണ മുൻനിരയിലിരിക്കുന്ന ആളുകൾക്കാണ് സ്വീകരണം നൽകുന്നത്, അവരെയാണ് ആദരിക്കുന്നത്, അവർക്കാണ് സൽക്കാരങ്ങൾ കിട്ടുന്നത്, അവർക്കാണ് ബഹുമതികൾ കിട്ടുന്നത്, അവരെയാണ് പൊന്നാട ചാർത്തുന്നത്. പക്ഷേ മാർപ്പാപ്പയെ സംബന്ധിച്ചിടത്തോളം ഈ കാൽപന്ത് കളിയുടെ നാട്ടിൽ വന്ന ആളിന് എല്ലാ കളിയും അറിയാവുന്ന ഒരാളെന്നാണ് ഞാൻ വിശേഷിപ്പിക്കുന്നത്. കാരണം അർജന്റീനക്കാർ എവിടെ ചെന്നാലും അവർ വിജയിക്കും. മാർപ്പാപ്പയും ഫുട്ബോൾ കളിയിൽ വലിയ കളിക്കാരനായിരുന്നു. ആന്റണി സാറ് പറഞ്ഞ ബൗൺസർമാരുടെ കാര്യം ഞാൻ ഓർക്കുകയാണ്. ഇന്ന് ഏത് ചടങ്ങിലും ബൗൺസർമാരില്ലാതെ നടക്കുകയില്ല. ഒരു കല്യാണം നടക്കുകയാണെങ്കിൽ കാറിന്റെ ഡോറ് തുറന്നു കൊടുക്കുന്നത് ഈ കറുത്ത കുപ്പായക്കാരാണ്. നമ്മൾ വന്ന കാറിന്റെ വലിപ്പം നോക്കിയാണ് നമ്മളെ മുമ്പോട്ട് വിടുന്ന ഏത് വാതിലും അകത്തോട്ട് കയറണം തീരുമാനിക്കുന്നത്. അല്ല, ലോകം അങ്ങനെയായി, ഗ്രഡേഷനുള്ള ലോകം. അതാണ് പറയാൻ കാര്യം. കാശ് മുടക്കി ആളെ വെച്ചിരിക്കുന്നത് നമ്മൾ ആദരവോടുകൂടി വീടുകളിൽ ചെന്ന് ക്ഷണിച്ചിരിക്കുന്ന ആളുകളെ വേർതിരിച്ചകത്തേക്ക് കടത്തിവിടാനുണ്ട്. അവിടെ ക്ഷണിച്ചവർ കാണുകയില്ല, അറിയുന്നില്ല നമ്മൾ ചെല്ലുന്ന കാറ്, കാലെ കിടക്കുന്ന ഷൂ, ഇതിൻ്റെയൊക്കെ അനുസരിച്ചാണ് ഇന്ന് സ്വീകരണം ലഭിക്കുന്ന ഒരു കാലഘട്ടമായി മാറിയത്. ബൗൺസർമാരുടെ കാലഘട്ടം എന്ന് ഞാൻ പറയാൻ കാര്യം അതാണ്. നമുക്ക് പലയിടത്തും കയറാൻ പറ്റില്ല. നമ്മൾ ക്ഷണിക്കപ്പെട്ട് വന്നിരിക്കുന്ന സ്ഥലത്തോട്ട് നമ്മളുടെ ആതിഥ്യം അവരെ അറിയിക്കണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലുള്ള ഭീകരന്മാർ സമ്മതിക്കണം. കാലം അതായി മാറി. കാരണം അങ്ങനെയുള്ളിടത്താണ് മാർപ്പാപ്പയെ പോലെയുള്ള ഒരാളിനെ നമ്മൾ വായിക്കേണ്ടത്. അതെ അതെ ആരെയും അദ്ദേഹം ഗ്രേഡ് ചെയ്തല്ല സ്വീകരിച്ചിരുന്നത്. കേരളത്തിൽ നിന്ന് പോയ ആളുകളുടെ അനുഭവങ്ങളൊക്കെ ഇന്നലെ ദൃശ്യമാധ്യമങ്ങളിൽ കൂടെ കേൾക്കുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ ലാളിത്യം, ഒരു ലോക ഗുരു എന്ന് പറയുന്ന ഒരാൾ അച്ഛനോട് സൂചിപ്പിച്ച പോലെ കീഴ്വഴക്കങ്ങളെ എല്ലാം മാറ്റിക്കൊണ്ട് ഈ ആധ്യാത്മിക ഗുരുവായി കഴിഞ്ഞാൽ മൗനിയായി മാറണമെന്നൊരു ചിന്തയുണ്ടല്ലോ. പിന്നെ മിണ്ടാൻ പാടില്ല, എപ്പോഴും ഈ ചിന്തകളോട് കൂടി ഇരിക്കുക. അദ്ദേഹം തികഞ്ഞ ഒരാളെന്നുള്ള രീതിയിലൊരു നാട്യം ആധ്യാത്മിക മേഖലയിലുണ്ട്. ഇതെല്ലാ മതങ്ങളിലുമുണ്ട്. പക്ഷെ ആ പാരമ്പര്യ ചിട്ടകളെ, നാട്യങ്ങളെ എല്ലാം അതിലംഘിച്ചുകൊണ്ട് സാധാരണക്കാരുടെ വിഷയങ്ങളിലേക്ക്, പ്രത്യേകിച്ച് ഞാൻ ആദ്യം പറഞ്ഞ പരിത്യജിക്കപ്പെട്ടവർ, നിന്ദിക്കപ്പെട്ടവർ, അവഹേളിക്കപ്പെട്ടവർ, നിന്ദിതരും നിരാശ്രയരും പീഡിതരുമായ ആൾക്കാരും നമ്മൾ ഒറ്റ വാചകത്തിൽ പറയുന്ന പോലെ ഏറ്റവും പിൻനിരയിൽ നിന്ന ആൾക്കാർ, ട്രാൻസ്ജെൻഡറുകൾ എന്നൊരു വിഭാഗത്തെ പലയിടത്തും അവഗണിക്കപ്പെടുകയായിരുന്നു. അവർക്ക് ആരാധനാ സ്വാതന്ത്ര്യമില്ല, അവർക്ക് പൊതുവേദികളിൽ അവരുടെ ലിംഗ വെളിപ്പെടുത്തലുകൾ അത് പരിമിതികളായി മാറി. അവിടെയൊക്കെ അദ്ദേഹം ചേർത്ത് പിടിച്ചു. സൂചിപ്പിക്കപ്പെടുകയുണ്ടായി, അന്യസാര പുസ്തകത്തിൽ നിന്ന് ഉള്ള പോലെ സൂചന പറയുന്നു, മനുഷ്യൻ്റെ ദൗർബല്യങ്ങൾ അത് മനുഷ്യനിൽ അന്തർലീനമായി ജനിക്കപ്പെടുന്ന ഒരാൾ ഭിന്നശേഷിക്കാരനായി ജനിക്കുന്നത് ജനിച്ച കണ്ട കുറ്റമല്ല. ആ ഭ്രൂണം രൂപം കൊടുക്കപ്പെടുമ്പോൾ ഉണ്ടാകുന്ന ശാരീരിക വ്യത്യാസങ്ങൾ അല്ലെങ്കിൽ ആ സമയത്തുണ്ടാകുന്ന പരിമിതികളാണ് ആ ജന്മത്തെ അങ്ങനെ ആക്കിയെടുക്കുന്നത്. ജനിക്കുന്ന ആളിൻ്റെ കുറ്റമല്ല. അപ്പോൾ അത് തിരിച്ചറിയാനുള്ള മാനവികത ഈ മഹാമനുഷ്യൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അതാണ് അദ്ദേഹത്തിലെ ഏറ്റവും വലിയ ഗുണം. ഏറ്റവും ന്യൂനതയോടുകൂടി ജനിച്ച ആളിനെ ചേർത്ത് പിടിക്കുക. ജന്മം കൊണ്ടുപോയില്ലേ, ജന്മം അവരെ ചേർത്ത് നിർത്തുക. അദ്ദേഹം സ്വർഗാനുരാഗികളെ പറ്റി അവഹേളിക്കപ്പെട്ട് സംസാരിക്കുന്ന പലരുടെ ഉള്ളിൽ സ്വർഗാനുരാഗികളുണ്ട്, അത് വെളിപ്പെടുത്തുന്നില്ല. സാഹചര്യം അനുകൂലമായി വരുമ്പോൾ, ദൗർബല്യങ്ങൾ അനുകൂലമായി വരുമ്പോൾ പലരിലും ഈ ചേതോ വികാരങ്ങളുണ്ടെന്ന് അദ്ദേഹത്തിൻ്റെ ഒരു ലേഖനം ഉദ്ധരിച്ച് ഇന്നലെ ഒരാൾ സംസാരിക്കുകയുണ്ടായി. നമ്മളിലുമൊക്കെ ഇല്ലേ എന്ന് അദ്ദേഹം ചോദിച്ച പോലെ ഒരു ഉദ്ധരണി അതിൽ പറയുകയുണ്ടായി. അപ്പോൾ എവിടെയാണ് ഒരു മനുഷ്യനായി മാറുന്നത്? മഹത്വപ്പെടുക എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ പ്രവൃത്തികൾ കൊണ്ടാണ്. ഏറ്റവും അടിത്തട്ടിൽ കിടക്കുന്ന ആളിനെ ചേർത്ത് പിടിക്കാൻ, വീണ് കിടക്കുന്ന ആളിനെ ഉയർത്തിയെടുക്കാൻ, സാന്ത്വനിപ്പിക്കാൻ, വിങ്ങുന്നവനെ ചേർത്ത് നിർത്തി അവന് ശാന്തിമന്ത്രം ഓതിക്കൊടുക്കുന്നവനാണ് യഥാർത്ഥ ശാന്തിദൂതൻ. ഇതാണ് എൻ്റെ കാഴ്ചപ്പാട്. അദ്ദേഹം ഈ മണ്ണിൽ നിന്ന് മറയുമ്പോൾ മാതൃകയാക്കേണ്ട ഒരു ജന്മം. അദ്ദേഹം ഈ വിശ്വ നേതാക്കന്മാർ, സുപ്രീം കോടതി പോലും പറയുന്നത് അവിടുത്തെ വിധികളെ നമ്മൾ ചോദ്യം ചെയ്യാൻ പാടില്ലെന്നാണ്, നമ്മുടെ ഭാരതീയ സുപ്രീം കോടതി പോലും. പക്ഷേ അദ്ദേഹത്തെ മാതൃകയാക്കണം. അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കീഴ്വഴക്കങ്ങൾ ഇവിടെ നമ്മുടെ ക്രിസ്തീയ ആചാരങ്ങളിലുള്ള, അതായത് യുക്തിഭദ്രമായ നവീകരണങ്ങൾ അദ്ദേഹം ഇവിടെ കൊണ്ടുവന്നു. അവിടെ മാനവികതയാണ് അദ്ദേഹം കണ്ടത്. അപ്പോൾ അദ്ദേഹം ചോദ്യം ചെയ്യപ്പെടേണ്ട ആളാ എന്നുള്ള രീതി തന്നെയാണ് അദ്ദേഹം പറയുന്നത്. നമ്മുടെ വ്യവസ്ഥകളെ നമുക്ക് ചോദ്യം ചെയ്യണം. അത് അനുകൂലമായ സാഹചര്യങ്ങൾക്ക് അനുകൂലമായി മുഖം മൂടിയും ആളുകളെ തൊടാതെയും നമ്മൾ ജീവിച്ചു. ഒരു വർഷത്തോളം നമ്മൾ അകത്തിരിക്കേണ്ടി വന്നു. ഭൂമിയിലുണ്ടായ
ജൈവികമായ മാറ്റം വന്നപ്പോൾ നമ്മളെല്ലാം ലംഘിച്ചില്ലേ. നമ്മുടെ ആരാധനകൾ നിർത്തിവെച്ചു, നമ്മൾ കീഴ്വഴക്കങ്ങളിലേക്ക് നിർത്തിവെച്ചു, പള്ളികൾ അടഞ്ഞു കിടന്നു, ആരാധനാലയങ്ങൾ ഒരിക്കലും മുടക്കാൻ പാടില്ലാത്ത ഉഷപൂജയും മധ്യാഹ്ന പൂജയും നേദ്യങ്ങളും ഇല്ലാതായി. ദീപാരാധന നടത്തിയില്ലെങ്കിൽ കർമ്മചൈതന്യം പോകുമെന്ന് പറയുന്ന ശിലകളിലെ ഒരു കർമ്മചൈതന്യവും നഷ്ടപ്പെട്ടിട്ടില്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ഏത് സാഹചര്യത്തിലും ജീവിക്കുവാൻ വേണ്ടിയുള്ള യുക്തിഭദ്രമായ തീരുമാനങ്ങൾ എടുക്കണമെന്ന് കാണിച്ചു കൊടുത്ത ഭരണാധികാരി കൂടിയാണ് അദ്ദേഹം. കർക്കശക്കാരനായ, ഒന്നുകൂടി പറയട്ടെ, മരണം ആർഭാടമാക്കി ആഘോഷമാക്കി ധൂർത്ത് നടത്തുന്ന ഒരു കാലഘട്ടത്തിലാണ് ഒരു വിശ്വ നേതാവ് തൻ്റെ മരണത്തെ ഏറ്റവും ലളിതവൽക്കരിച്ചു. എന്നെ മണ്ണിലേക്ക് മറവ് ചെയ്യാൻ വേണ്ട ഏറ്റവും പരിമിതമായ ആഘോഷങ്ങളെ പാടുള്ളൂ, അതിൻ്റെ ചടങ്ങുകളെ പാടുള്ളൂ, അതൊരു വ്യവസ്ഥ മാത്രമേ പാടുള്ളൂ എന്ന് പറയാൻ കഴിയുന്ന തൻ്റെ ഇടമുള്ള മനുഷ്യനെ പേര് പോലും പാടില്ല. മാർപ്പാപ്പാന്ന് എഴുതി വെക്കരുത്. അതായത് ഞാൻ ഈ വാഴ്ത്തപ്പെടുകയല്ല വേണ്ടത്, എൻ്റെ ജീവിതമാണ് വാഴ്ത്തപ്പെടേണ്ടത്, ഞാൻ കാട്ടിക്കൊടുത്തതാണ് വാഴ്ത്തപ്പെടേണ്ടത് എന്ന് പറയാനുള്ള തൻ്റെ ഇടമുള്ള മനുഷ്യൻ്റെ മുമ്പിൽ, മഹാത്മാവിൻ്റെ മുമ്പിൽ നമിച്ചുകൊണ്ട് ഈ ചർച്ചയിൽ നമുക്ക് മുൻപോട്ട്. ഓക്കെ, അപ്പോൾ സുനിൽ മർക്കോസ് ഒരു അധ്യാപകൻ, എഴുത്തുകാരൻ എന്നൊക്കെയുള്ള നിലയിൽ എങ്ങനെയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പയെ നോക്കിക്കാണുന്നത്? ലോകം മുഴുവൻ ഇന്ന് ജാതിക്കും മതത്തിനും എല്ലാവിധ വേർതിരിവുകൾക്കും അതീതമായി ദുഃഖിക്കുന്ന ഒരു ദിവസം എന്ന് വേണമെങ്കിൽ പറയാം. വേണമെങ്കിലെന്നല്ല, തീർച്ചയായും അങ്ങനെ ഒരു ദിവസം തന്നെയാണ്. ഒരു മതത്തിൻ്റെ അത്യുന്നത സ്ഥാനത്തിരിക്കുന്ന നേതാവ് അദ്ദേഹം വേർപെടുമ്പോൾ ആ മതത്തിൽപ്പെട്ടവർ മാത്രമല്ല ദുഃഖിക്കുന്നത്, ലോകം മുഴുവൻ അയ്യോ കഷ്ടമായിപ്പോയി എന്ന് ഒരാളുടെ വേർപാടിനെക്കുറിച്ച് പറയുന്നുവെങ്കിൽ അയാൾ തൻ്റെ ജീവിതം കൊണ്ട് ഈ ലോകത്തിന് നൽകിയ മഹത്തായ സന്ദേശങ്ങൾ അത് കൊണ്ട് തന്നെയാണ്. മാർപ്പാപ്പയെ ഏറ്റവും ചുരുങ്ങിയ വാക്കിൽ വിശേഷിപ്പിക്കാൻ എനിക്ക് തോന്നുന്നത് ഇൻക്ലൂസീവ് പോപ്പ്, എല്ലാവരെയും ഉൾക്കൊള്ളുന്ന പാപ്പ. ഫ്രാൻസിസ് പാപ്പായുടെ മുന്നിൽ മാറ്റി നിർത്തപ്പെടുവാൻ, വേർതിരിച്ച് നിർത്തുവാൻ, അകറ്റി നിർത്തുവാൻ ഒരാളുമില്ല, ഒരു മനുഷ്യനെന്നല്ല ഒരു ജീവിയുമില്ല. പാപ്പായുടെ പല സവിശേഷതകൾ നമ്മൾ പല പ്രാവശ്യം വായിക്കുകയും അറിയുകയും കേൾക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അതിലേറ്റവും ഈ കാലത്തിനനുസരിച്ച് പറയുന്ന ഒരു പ്രധാനപ്പെട്ട സവിശേഷത പരിസ്ഥിതിയുടെ കാര്യത്തിലുള്ള മാർപ്പാപ്പയുടെ ആശങ്കയും അത് സംരക്ഷിക്കുന്നതിന് വേണ്ടി അദ്ദേഹം നടത്തിയിരിക്കുന്ന ആഹ്വാനങ്ങളുമാണ്. അദ്ദേഹം പോപ്പായപ്പോൾ സ്വീകരിച്ച പേര് തന്നെ ഫ്രാൻസിസ് അസീസി. അസീസിയിലെ ഫ്രാൻസിസിൻ്റെ പേരാണ് സ്വീകരിച്ചത്. അസീസിയിലെ ഫ്രാൻസിസ് മുന്നിലേക്ക് വെക്കുന്ന ഒന്നാമത്തെ സന്ദേശം ലോകത്തെ മുഴുവൻ സകല ജീവജാലങ്ങളെയും മരത്തെയും മൃഗത്തെയും സകലതിനെയും ചേർത്ത് പിടിക്കുക എന്ന വലിയൊരു സന്ദേശമാണ്. ആ പേര് സ്വീകരിച്ചതിലൂടെ തന്നെ പാപ്പ തൻ്റെ നയം വ്യക്തമാക്കിയായിരുന്നു. ഞാൻ എന്താണ് ഈ പദവിയിലൂടെ ലോകത്തോട് പറയുവാൻ പോകുന്നുള്ളത് ആ നാമസ്വീകരണം കൊണ്ട് തന്നെ വ്യക്തമാക്കിയായിരുന്നു. ലോകം ഏറ്റവും ജാഗ്രതയോടെ ചെയ്യുന്ന പരിസ്ഥിതി സംരക്ഷണത്തിന് വേണ്ടി പാപ്പ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളും എഴുതിയിട്ടുള്ള ലേഖനങ്ങളുമൊക്കെ, അതുകൂടാതെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനമായ ഓരോ സന്ദർഭങ്ങളിലും പാപ്പ സ്വീകരിച്ച നിലപാടുകൾ, മാർപ്പാപ്പയായി വാഴിക്കുന്ന ആ പ്രധാന സമയത്ത്, അത് കഴിഞ്ഞ് സർവ്വസാധാരണമായി പരമ്പരാഗതമായി ചെയ്തു വരുന്നത് പാപ്പ അവിടെ കൂടിയിരിക്കുന്ന മുഴുവൻ ജനങ്ങളെയും ആശീർവദിക്കുന്നതാണ്. എന്നാൽ ഫ്രാൻസിസ് പാപ്പ ജനങ്ങളെ ആശീർവദിക്കുന്നതിന് മുമ്പ് പറഞ്ഞത്രേ, നിങ്ങളെല്ലാവരും എന്നെ ആശീർവദിക്കുക. ജനങ്ങളിൽ നിന്ന് ആദ്യമായി ആശീർവാദം സ്വീകരിച്ചതിന് ശേഷം അവരെ ആശീർവദിക്കുന്ന പാപ്പ. ഇങ്ങനെ എത്രയെത്ര ഉദാഹരണങ്ങൾ. പരമ്പരാഗതമായി ഉപയോഗിച്ചു വന്ന മാർപ്പാപ്പയുടെ ആഡംബര വസതി തനിക്ക് വേണ്ട, ഞാനതിന് സമീപത്തുള്ള മറ്റൊരു കെട്ടിടത്തിൽ മറ്റൊരു വീട്ടിൽ താമസിച്ചു കൊള്ളാം എന്ന് പറയാനുള്ള ആ മനസ്സ്. അവിടുത്തെ ഒരു ഭരണാധികാരി കൂടിയാണ്. ഭരണാധികാരിക്ക് രാജാവിന് സമാനമായ സൗകര്യങ്ങളാണ് ആ കൊട്ടാരത്തിൽ തന്നെ ഒരുക്കിയിരിക്കുന്നത്. കൊട്ടാരം തന്നെ പറയാം. അത് ഉപേക്ഷിച്ചുകൊണ്ട് സാധാരണക്കാർ താമസിക്കുന്നത് പോലത്തെ ഒരു വീട് തിരഞ്ഞെടുക്കുന്നു. മാർപ്പാപ്പയ്ക്ക് മാത്രമായി എല്ലാ സൗകര്യങ്ങളുമുള്ള വാഹനമുണ്ട്, അതൊഴിവാക്കി പൊതുഗതാഗത സൗകര്യം ഉപയോഗിക്കുന്നു. അത് ലോകത്തോട് പറയുന്നു. ഒരു കറുത്ത നീളം കുടയും കറുത്ത ബാഗും പിടിച്ചുകൊണ്ട് നടന്നു പോകുന്ന ഒരു മാർപ്പാപ്പയെ ലോകചരിത്രം ആദ്യമായിട്ട് കാണുക. ലോകം അത്ഭുതത്തോടെയാണ് കണ്ടത്. ഇത്തരം ചെറുതും വലുതുമായ പ്രവർത്തനങ്ങളിലൂടെ തൻ്റെ സന്ദേശം ലോകത്തിന് പകർന്നു കൊടുക്കുകയായിരുന്നു ഫ്രാൻസിസ് പാപ്പ.
ഏറ്റവും ഒടുവിൽ അദ്ദേഹം പങ്കെടുത്ത ഈസ്റ്റർ ദിവ്യബലിയുടെ പ്രസംഗത്തിൽ, സന്ദേശത്തിൽ അദ്ദേഹം ആവർത്തിച്ചു പറഞ്ഞ കാര്യം ഗാസയിലെ ജനങ്ങളുടെ ദുഃഖമാണ്. ഗാസയിലെ കുഞ്ഞുങ്ങളെക്കുറിച്ച്, അവിടെ തീരാതെ വീണുകൊണ്ടിരിക്കുന്ന ബോംബുകളെക്കുറിച്ച്, അതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന ശക്തികളെ വിമർശിക്കുന്നതിന് ഒന്നും അദ്ദേഹത്തിന് തടസ്സമായില്ല. ലോകം പല പല ആശയങ്ങളുടെയും ജാതിയുടെയും മതത്തിൻ്റെയും പേരിലൊക്കെ വേർതിരിഞ്ഞ് നിന്നുകൊണ്ട് ഈ ആക്രമണങ്ങളെയും യുദ്ധങ്ങളെയും പോലും ന്യായീകരിക്കുവാൻ പഴുതുകളുണ്ടോ എന്ന് അന്വേഷിക്കുമ്പോൾ ഒരു വേർതിരിവുമില്ലാതെ അത് മനുഷ്യനാണ്, അവിടെ വീഴുന്നത് മനുഷ്യൻ്റെ രക്തമാണ്, അവിടെ കൊല്ലപ്പെടുന്നത് നമ്മളെപ്പോലെയുള്ള മനുഷ്യർ, നമ്മുടെ സഹോദരങ്ങൾ തന്നെയാണ് എന്ന് ചിന്തിച്ചുകൊണ്ട് ഗാസയിലെ യുദ്ധം അവസാനിപ്പിക്കണമെന്ന് ആവർത്തിച്ച് പറഞ്ഞ പാപ്പ ലോക സമാധാനത്തിൻ്റെ ദൂതൻ കൂടിയാണ്. തീർച്ചയായിട്ടും സുനിൽ പറഞ്ഞിടത്ത് തന്നെ അടുത്ത ഒരു ചർച്ചയിലേക്ക് കടക്കുകയാണ്. വളരെ ഗൗരവമുള്ളൊരു വിഷയമുണ്ട്. ഈ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു കോൺട്രിബ്യൂഷൻ പരിസ്ഥിതി പ്രകൃതി സംരക്ഷണ കാര്യങ്ങളാണ്. അതിന് അദ്ദേഹം പുറപ്പെടുവിച്ച ഒരു ചാക്രിക ലേഖനമുണ്ട്. ലൗദാത്തോ സി എന്നാണ് അതിൻ്റെ പേര്. പ്രൈസ് ബി ടു ഗോഡ് എന്ന് നമുക്ക് ഇംഗ്ലീഷിൽ തർജ്ജമ ചെയ്യാം. ദൈവമേ അങ്ങേക്ക് സ്തുതി എന്നാണ് മലയാളത്തിൽ നമ്മളതിന് പറയുന്നത്. ഒരു പ്രത്യേക രസകരമായ ഒരു കാര്യം ഈ സമയത്ത് ഞാൻ ഓർമ്മിക്കുകയാണ്. ഈ ലൗദാത്തോ സി പ്രസിദ്ധം ചെയ്യുന്നുവെന്ന് ഞാൻ കേട്ടിരുന്നു. പക്ഷേ ഞാൻ അതേക്കുറിച്ച് ആദ്യമായി കേൾക്കുന്നത് കാട്ടൂർ കടൽ തീരത്ത് വെച്ചിട്ട് ഒരു സമ്മേളനം നടക്കുകയാണ്. മത്സ്യമേഖലയുമായി ബന്ധപ്പെട്ടൊരു സമ്മേളനമാണ്. അന്ന് ആ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് ബിനോയ് വിശ്വമാണ്. ബിനോയ് വിശ്വം വന്നിട്ട് ഉദ്ഘാടനം ചെയ്യുന്ന സമ്മേളനത്തിൽ അദ്ദേഹം പ്രസംഗം തുടങ്ങുന്നത് ലൗദാത്തോ സിയെക്കുറിച്ചാണ്. അരമണിക്കൂർ സംസാരിച്ച ആ മനുഷ്യൻ 25 മിനിറ്റും ലൗദാത്തോ സിയിലെ കാര്യങ്ങൾ പറഞ്ഞു. ഞാൻ ഞെട്ടിപ്പോയി. ഞാൻ ആ പുസ്തകം കണ്ടിട്ടില്ല, അതേക്കുറിച്ച് കേട്ടത് മാത്രമേ ഉള്ളൂ, വായിച്ചിട്ടുമില്ല. ഞാൻ അവസാനം എൻ്റെ പ്രസംഗത്തിൽ പറഞ്ഞു, എനിക്ക് ഈ സമയത്ത് തോന്നുന്നത് എൻ്റെ ലോക ഊരി ഈ ബിനോയ് വിശ്വത്തിന് കൊടുക്കണം എന്നാണ് ഞാൻ പറഞ്ഞത്. കാരണം അപ്പം ഞാൻ എന്നിട്ട് അത് പ്രസംഗമൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, സർ ഞാൻ പോലും ഇത് വായിച്ചിട്ടില്ല, നിങ്ങളിതെങ്ങനെ വായിച്ചു? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇത് പുറത്തിറങ്ങിയ ആ നിമിഷം തന്നെ ഞങ്ങൾ ഇത് കളക്ട് ചെയ്തിട്ട് പിന്നെ ഞങ്ങളൊരു സംഘം ആൾക്കാരിരുന്ന് പഠിച്ചു. ശരിയാണത്. എന്നിട്ടാണ് അത് അവർ വിശദീകരിച്ചത്. ഈ ലൗദാത്തോ സി പോലെ ഇത്ര ഉന്നതമായ ഇതിനകത്തൊരു ഭയങ്കരമായൊരു കൺസെപ്റ്റ് ഉണ്ട്. അതായത് ഭൂമി ഒരു പൊതുഭവനമാണ്. അതാണ് ഇതിനകത്തുള്ള ഏറ്റവും ശ്രദ്ധേയമായ ഒരു കോൺട്രിബ്യൂഷൻ. ഈ ഭൂമിയെ പൊതുഭവനമായിട്ട് ആരാണ് ഇവിടെ അവതരിപ്പിച്ചിട്ടുള്ളത്? എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിരിക്കുന്നു, നീതിയെക്കുറിച്ചും എല്ലാ കാര്യങ്ങളെക്കുറിച്ചും. ഈ നിയമത്തിനും നീതിബോധത്തിന് പോലും അപ്പുറമാണ് ഭൂമി ഒരു പൊതുഭവനമാണെന്ന് പറയുമ്പോഴുണ്ടാകുന്ന ഒരു കാഴ്ചപ്പാട്, ദർശനം. പിന്നീട് അങ്ങോട്ട് അത് തന്നെയാണ് സുനിൽ മർക്കോസും പറഞ്ഞത്. ഫ്രാൻസിസ് അസീസിയുടെ നാമത്തിൽ പിന്നെ ആ പേര് തന്നെ സ്വീകരിച്ചുകൊണ്ട് അദ്ദേഹം പിന്നീട് ഭയങ്കരമായിട്ട് ശരിക്കും ഈ പരിസ്ഥിതിയെക്കുറിച്ചും പ്രകൃതിയെക്കുറിച്ചും ചർച്ചകൾ നടത്തണമെന്നും നിർബന്ധപൂർവ്വം ഒരു മാർപ്പാപ്പ പറയുകയാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ഇങ്ങനെ ഒരു ചിന്ത പോലും വരാനായിട്ടുള്ള സാധ്യതയില്ല. കാരണം അതിന് മാത്രം ആകാശങ്ങളിലെ കാര്യങ്ങളെക്കുറിച്ച് പറയേണ്ട ആളാണ്. അന്ന് ആലോചിച്ച് നോക്കി, ഇതിന് മുകളിലുള്ള കാര്യങ്ങൾ പറയേണ്ട ആള്, അതേക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കേണ്ട ആള്, ഈ മണ്ണിനെ കുറിച്ച് ഒക്കെ. ഞാൻ വളരെ പെട്ടെന്ന് ഓർക്കുന്ന ഒരു കാര്യം, ഈസ്റ്ററിനെ കുറിച്ച് ഈസ്റ്ററിനെ കുറിച്ച് നമ്മുടെ ഈ ഒരു ഞാൻ പെട്ടെന്ന് ആ പേര് മറന്നുപോയി. അതായത് അദ്ദേഹം പറഞ്ഞത് ഈ എവല്യൂഷൻ ഉണ്ടല്ലോ, പരിണാമ സിദ്ധാന്തം, അതിന് പകരം ആ പരിണാമ സിദ്ധാന്തത്തെ പിന്നെ ബൈബിളുമായിട്ട് ചേർത്ത് അവതരിപ്പിച്ച ഒരാളുണ്ട്. അദ്ദേഹത്തിൻ്റെ പേരാണ് ഞാൻ പെട്ടെന്നിങ്ങനെ ഓർക്കാൻ ശ്രമിക്കുന്നത്. അറിയാം, അദ്ദേഹം എന്നാൽ ആ വിഷയം പിന്നെ പറയാം. ഓക്കെ, നമുക്കത് കട്ട് ചെയ്യാം. ഓക്കെ, എന്തായാലും ഇതിനകത്തുള്ള ഒരു പ്രത്യേകത, എനിക്ക് പേര് കിട്ടി, അപ്പോൾ അതുകൊണ്ട് ഇത് കുഴപ്പമില്ല, നമുക്ക് കട്ട് ചെയ്യാം. പേര് കിട്ടിയപ്പോൾ അത് പറയാം. അതായത് തെയ്ൽഹാർ ദെ ഷർദാൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം ഇത് രണ്ടും കൂടി സമന്വയിപ്പിച്ചിട്ടുണ്ട്. എന്നിട്ട് അദ്ദേഹം ഒരു കവിത എഴുതിയിട്ടുണ്ട് ഉയർപ്പിനെ കുറിച്ച്. ആ ഉയർപ്പിലെ കവിത പറയുന്നത് എന്തറിയോ? കവിത ഇങ്ങനെയാണ്: അവനെ ഭൂമി സ്വീകരിച്ചു,
ജീസസിനെ അടക്കം ചെയ്തത് ഭൂമിയിലാണല്ലോ. ഭൂമിയുടെ മുഖം ജീസസായി, ജീസസ് ഭൂമിയായി. ഒരു ഭയങ്കര സങ്കല്പമാണ് അദ്ദേഹം എഴുതി വെച്ചത്. ഇത് തന്നെയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പയും പറയുന്നത്. ഈ മണ്ണ് ദൈവത്തിൻ്റെതാണ്. പലപ്പോഴും നമ്മൾ എൻ്റെതാണ് നിൻ്റെതാണ് എന്നൊക്കെ പറഞ്ഞ് ഇവിടെ വേർതിരിച്ചും വെട്ടിയും കുത്തിയും നടക്കുന്ന സമയത്ത് പറയണേ, ഇത് ദൈവത്തിൻ്റെ ഭൂമിയാണ്, ഇതൊരു വലിയ സങ്കല്പമാണ്, എല്ലാവരുടെയുമാണ്, നമ്മുടെ പൊതുഭവനമാണ് ഈ ഭൂമിയും ഇതിലെ വിഭവങ്ങളും എന്ന് പറയുന്ന ഒരു വലിയ കാഴ്ചപ്പാട്. അത് വലിയൊരു കാര്യം. ഞാൻ ഈ പുസ്തകത്തിലേക്ക് തന്നെ കുറച്ചും കൂടി അടുത്ത് വരാം. ഞാൻ ഈ പുസ്തകം വായിച്ച ആളാണ്. സാറാണ് എഴുതിയിട്ടുള്ളതെങ്കിലും വായിക്കുന്നവർക്കാണ് ഈ എഴുതുന്നവനേക്കാൾ കൂടുതൽ ബോധം ഉണ്ടാകുന്നതെന്ന് ഞാൻ വിചാരിക്കുന്നു. അതിൽ ഒരു പ്രത്യേകത, ഒരു കാര്യം ഞാൻ ഓർക്കുന്നുണ്ട്. ഒരു മരിയയുടെ കാര്യം ഇതിനകത്ത് പറയുന്നുണ്ട്. മരിയ ഒരു ദിവസം കേട്ടു ഈ ബർഗോളിയോ കർദിനാളാണെന്ന്. അദ്ദേഹം ഒരു കുമ്പസാരക്കൂട്ടിലിരിക്കുന്നു, കുമ്പസാരം കേൾക്കാനിരിക്കുകയാണ്. അത് കേട്ടറിഞ്ഞാണ് ഈ മരിയ വരുന്നത്. മരിയോട് ആരോ പറഞ്ഞിട്ടുണ്ട്, കർദിനാളാണ്, അവിടെ കുമ്പസാരിക്കാൻ പോകുന്നതൊക്കെ വളരെ ഭക്തിയോടുകൂടി ആയിരിക്കണമെന്ന്. ഈ മരിയ ചെന്നിട്ട് കുമ്പസാരക്കൂട്ടിൽ ചെന്ന് നിന്നിട്ട് പറയുകയാണ്, ഞാൻ ഭയപ്പെട്ടാണ് അങ്ങയുടെ മുന്നിൽ വന്ന് നിൽക്കുന്നത്. അപ്പോൾ കുമ്പസാരക്കൂട്ടിൽ നിന്ന് ഇങ്ങോട്ട് ഞാൻ കടിച്ചു തിന്നിയൊന്നുമില്ല, കാര്യം പറഞ്ഞോ. ഇങ്ങനെ ശരിക്കും അതിൽ എഴുതി വെച്ചിട്ടുണ്ട്, കടിച്ചു തിന്നിയൊന്നുമില്ല, കാര്യം പറഞ്ഞു. അപ്പോഴാണ് അവരുടെ ജീവിതം അവർ പറഞ്ഞു കൊടുത്തു. അവരുടെ ഹസ്ബൻഡ് അന്ന് ആ മേഖലയിൽ മൊത്തത്തിൽ സാമ്പത്തിക മാന്ദ്യത്തിൻ്റെ അതിക്രൂരമായ ഒരവസ്ഥയിൽ അവർ കഴിയുകയാണ്. അവർ കഴിഞ്ഞിരുന്നത് ഈ വേസ്റ്റ് ഉണ്ടല്ലോ, വേസ്റ്റ് പുറത്തേക്ക് തട്ടിയിട്ട് അതിൽ ചെന്നിട്ട് അതിൽ നിന്ന് കൊള്ളാവുന്ന സാധനങ്ങൾ പെറുക്കിയെടുത്ത് വിറ്റ് ജീവിക്കുന്ന ഒരു കുടുംബമാണ്. ഇവരുടെ ഹസ്ബൻഡ് അതാണ് ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെയുള്ള ആ കുടുംബത്തിൽ നിന്നാണ് ഇവർ വന്ന ഈ കാര്യങ്ങൾ പറയുന്നത്. എന്നിട്ട് മാർപ്പാപ്പ ഇതിൽ പറഞ്ഞേക്കണതനുസരിച്ചിട്ട് കുമ്പസാരം അതൊരു ഔദ്യോഗിക കാര്യമാണല്ലോ, അത് പൂർത്തിയാക്കിയിട്ട് പുറത്തേക്ക് ഇറങ്ങി പോയി നിന്നു. ഇവരും പോയി അവിടെ നിന്ന് പ്രാർത്ഥിക്കുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ അവരെങ്ങോ വിളിച്ചിട്ട് പറഞ്ഞ് കയ്യിൽ കുറച്ച് പൈസ ഉണ്ടായിരുന്നു, പൈസ അതങ്ങ് കൊടുത്തു. അതിനുശേഷം പറഞ്ഞു അത്രേ, നമുക്കൊരു ചായ, ഞാൻ ചായ എന്ന് പറഞ്ഞെന്നുള്ളൂ, അവിടെ ഒരു ചായ ആയിരിക്കില്ല, നമുക്ക് ഇത്തിരി ഭക്ഷണം കഴിക്കാം എന്ന് പറഞ്ഞിട്ട് ഈ സ്ത്രീയെയും വിളിച്ച് കൊണ്ടുപോയി ഭക്ഷണം കൊടുത്ത്. ഇതാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ. ഈ വാസ്തവത്തിൽ ഞങ്ങളെ സംബന്ധിച്ച് കുമ്പസാരം രഹസ്യമുള്ള ഒരു കാര്യമാണ്. അത് കഴിഞ്ഞ് അതുമായി ബന്ധപ്പെട്ട് ഒന്നുമേ പറയാനോ ചെയ്യാനോ ഒന്നും പാടില്ല. പക്ഷേ മാർപ്പാപ്പ ചെയ്ത ഈ ബർഗോളിയെ ചെയ്ത ഒരു കാര്യം, പുറത്തിറങ്ങിയിട്ട് അവരെ വിളിച്ച് ഡീറ്റെയിൽസ് ചോദിച്ചു. അപ്പോൾ അത് പുറത്തായി. എന്നിട്ട് ചെയ്തു. ഇതാണ് ഞാൻ പറയുന്നത്, എങ്ങനെയാണോ ഒരു മനുഷ്യനെ ഏത് തരത്തിലാണോ സഹായിക്കാവുന്നത് അത്രയ്ക്കും അങ്ങനെയൊക്കെ ജാഗ്രതയോടെ നിന്ന് പ്രവർത്തിക്കുന്ന ഒരാളുടെ ചിത്രം ഈ പുസ്തകത്തിലുണ്ട്. അത് പിന്നെ ഞാൻ വളരെ വായിച്ചെടുത്തതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം, ഫ്രാൻസിസ് മാർപ്പാപ്പയെ ഇങ്ങനെ ഒരു ചിന്താഗതിയിലേക്ക് കൊണ്ടുവന്നത് അമ്മുമ്മയാണ്. ആ അമ്മുമ്മയുടെ പേരെന്തുവാണ്? ഒരു പ്രത്യേക പേരാണ്. എല്ലാ കാര്യത്തിലും അമ്മുമ്മ ശാഠ്യം പിടിക്കുമായിരുന്നു, അങ്ങനെ വേണം. പക്ഷേ അപ്പനും അമ്മയും കാര്യമായി അങ്ങനെ ഒന്നും ബലം പ്രയോഗിച്ച് അങ്ങനെ ഒന്നും പറയത്തില്ല. പക്ഷേ അമ്മുമ്മയെ കേൾക്കാനായിരുന്നു ആൾക്ക് താല്പര്യം. ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അമ്മുമ്മയായിരുന്നു. അമ്മുമ്മയുടെ നിർദ്ദേശങ്ങൾ, അമ്മുമ്മ പറയുന്ന കാര്യങ്ങൾ ഒക്കെ വളരെ സാഗൂതം കേൾക്കുന്ന ഒരാളായിരുന്നു. അങ്ങനെയാണ്. പിന്നെ ഇവരുടെ ചർച്ച ഇത് വായിക്കുമ്പോൾ ഫുട്ബോൾ കളി, പിന്നെ യൂറോപ്പിന്റെ ഓരോരോ കാര്യങ്ങൾ, ഇതൊക്കെയാണ് ഇവരുടെ. സാൻ ലോറൻസോ എന്ന് പറയുന്ന ക്ലബിന്റെ വലിയ കടുത്ത ആരാധകനായിരുന്നു. ബാഡ്ജും കുത്തിയെ എവിടെയെങ്കിലും ഒക്കെ പോകത്തുള്ളായിരുന്നു. ഇങ്ങനെയൊക്കെ ഉള്ള, അതായത് ഒരു അടച്ചുപൂട്ടിയ ഒരു ജീവിതത്തിനപ്പുറം ചെറുപ്രായം മുതൽ തുറന്നിട്ട എല്ലാം ലോകത്തെ നോക്കിക്കാണുന്ന ഒരു കാഴ്ചപ്പാടും കൂടി കിട്ടിയിരുന്നു. ഇങ്ങനെ നമ്മൾ വളർന്നു വരുന്ന സാഹചര്യങ്ങളും കിട്ടുന്ന ദർശനങ്ങളും കാഴ്ചപ്പാടുകളൊക്കെ. ഒരു സ്ത്രീയെ കുറിച്ച് കൂടെ പാപ്പ പറയുന്നുണ്ട്. അത് പാപ്പ സെമിനേറിയൻ ആയിരിക്കുന്ന കാലത്ത് പാർട്ട് ടൈം ജോലിക്ക് പോകണം ഒരു സ്ഥലത്ത്. അവിടെ ചെല്ലുമ്പോൾ അവിടെ ലൈബ്രറിയുടെ കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യുന്ന ഒരു സ്ത്രീ ഉണ്ട്. അവരുമായിട്ട് പാപ്പ അടുക്കുകയാണ്. വർത്തമാനമൊക്കെ പറയുന്നത് പാപ്പയെ കിടക്കുക പ്രായമുള്ള ഒരാളാണ്.
അപ്പോൾ അവർ സംസാരിച്ചൊക്കെ വന്നപ്പോഴത്തേക്ക് അവർ ഒരു ഈശ്വരവിശ്വാസി പോലുമല്ല, തികഞ്ഞ മാർക്സിസ്റ്റാണ് അവർ, അങ്ങ് അറ്റത്തെ മാർക്സിസ്റ്റുകാരിയാണ്. പക്ഷേ ഒരു വ്യക്തി എന്ന നിലയിൽ വലിയ നല്ലൊരു സ്ത്രീയാണ്. അപ്പോൾ അവർ കൊണ്ടുവന്നു കൊടുത്ത പുസ്തകങ്ങളാണ് പുള്ളിലൊരു ഇടതുപക്ഷ ചായ്വും ദരിദ്രരോട് പ്രത്യേകതയും ഉണ്ടാക്കിയത്. അവരെ പാപ്പ അവരോട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയും. അപ്പോൾ പാപ്പ നമുക്ക് ഇതിനെക്കുറിച്ച് ഡിബേറ്റ് ചെയ്യണ്ട, പക്ഷെ ഞാനൊരു ഈശ്വര വിശ്വാസിയാണ്, നീ അതല്ല അതങ്ങനെ ആയിക്കൊള്ളണ്ട, പക്ഷേ മനുഷ്യരുടെ കാര്യങ്ങൾ നമുക്കൊരുപോലെ. അതുകൊണ്ടാണ് പാപ്പ ഒരിക്കൽ പറഞ്ഞത്, എനിക്ക് മാക്സത്തിനോട് ഭയങ്കര വിയോജിപ്പാണ്, ബട്ട് ഐ ലൈക്ക് ദെയർ കമ്പനി. കാര്യം അവരെപ്പോഴും മനുഷ്യരെക്കുറിച്ചും ദാരിദ്ര്യത്തെക്കുറിച്ചും സംസാരിക്കുന്നു. അതുകൊണ്ട് എനിക്ക് അവരുടെ നീതിയെക്കുറിച്ചും മനുഷ്യരെക്കുറിച്ചും ദാരിദ്ര്യത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും സംസാരിക്കുന്നതുകൊണ്ട് എനിക്ക് കമ്മ്യൂണിസ്റ്റുകളുടെ കമ്പനി ഇഷ്ടമാണ്. സൈദ്ധാന്തികമായിട്ട് ഞാൻ അവരുടെ പക്ഷത്തല്ല എന്ന് വരികയും. അപ്പോൾ ഈ സ്ത്രീ വളരെയൊക്കെ അതിന് ശേഷം അവരുടെ മക്കളെയും പോലീസ് അറസ്റ്റ് ചെയ്യുകയും അവിടെ കൊണ്ടുപോയിട്ട് എന്താണ് നമ്മുടെ നാടൻ ഭാഷ പറഞ്ഞാൽ ഇഞ്ചപ്പരുവമാക്കി ഇടിച്ചിട്ട് വിമാനത്തിൽ കൊണ്ടുവന്ന് കടലിൻ്റെ മുകളിൽ കൂടെ കടലിലിട്ട് കളയുകയാണ് ആ സ്ത്രീ. ശവശരീരം പോലും ആ പെണ്ണിൻ്റെ പിന്നെ കിട്ടുന്നില്ല. പാപ്പ ഇതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട് ഈ കാര്യങ്ങൾ. അപ്പോൾ പാപ്പ പറയുന്ന വേറെ നമ്മൾ പല ആസ്പെക്റ്റ് പറഞ്ഞെങ്കിലും പാപ്പ സഭയിൽ കൊണ്ടുവന്ന മാറ്റങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സ്ത്രീ പുരുഷ സമത്വം കൊണ്ടുവരാൻ ശ്രമിച്ചു. അപ്പോൾ 14 പേര് സിനഡിൽ, ഒരു അയ്യട്ട് സമിതിയാണ് സഭയുടെ, അതിനകത്ത് ഇതുക്ക് മുമ്പ് ഒരു സ്ത്രീ പോലും ഇല്ലാത്ത സ്ഥലത്ത് 14 സ്ത്രീകൾക്ക് വോട്ടവകാശത്തോടെ സിനഡിൽ നിയമിച്ചു എന്നുള്ളത് അപാരമായ ലോങ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ് അങ്ങനെ വെച്ചു എന്നുള്ളത്. അപ്പോൾ സ്ത്രീകൾക്ക് മാർപ്പാപ്പ സഭയിൽ കൊടുത്ത പ്രാധാന്യം, മാർപ്പാപ്പയുടെ ആശയം അനുസരിച്ചാണെങ്കിൽ പൗരോഹിത്യം ഒഴിച്ച് ഡീക്കൻ പദവി വരെ സ്ത്രീകൾക്ക് കൊടുക്കണം എന്നാണ് മാപ്പാപ്പ. ഈ ലിംഗ സമത്വത്തെക്കുറിച്ചുള്ള മാപ്പാപ്പയുടെ കാഴ്ചപ്പാട്, പിന്നെ അച്ഛൻ നേരത്തെ പറഞ്ഞ മാതിരി ഈ കത്തോലിക്ക സഭയിലെ ഒരുപാട് ഈ പ്രോസസ്സ് അതിഭയങ്കര അതിൻ്റെ ആവശ്യമില്ലെന്ന് അത് ലഘൂകരിക്കണമെന്നുള്ള മാപ്പാപ്പയുടെ കാഴ്ചപ്പാട്, ഇതെല്ലാം മുന്നോട്ട് കൊണ്ടുപോയി. ഇതെല്ലാം മാർപ്പാപ്പ ഒരു പാതി വഴിക്കോ മുക്കാൽ വഴിക്കോ കാൽ വഴിക്കോ ഇട്ടിട്ടാണ് മാർപ്പാപ്പ കടന്നു പോകുന്നത്. അപ്പോൾ കടന്നു പോകുന്ന പാപ്പായ്ക്ക് പകരം ഇനി വരുന്ന ആളുകളെ ഇതിനെ കൊണ്ടുപോകുമോ? സഭയെ കൂടുതൽ സംഗതമാക്കിയ, സഭയുടെ എതിരാളികൾക്ക് പോലും പ്രസക്തമാക്കി മാറ്റിയ ഒരു പാപ്പയാണ് പോകുന്നത്. ഈ പാപ്പയുടെ പണി മുന്നോട്ട് കൊണ്ടുപോകുവാൻ ആരായിരിക്കും വരിക എന്നുള്ള മാധ്യമങ്ങൾ ഓൾറെഡി ചർച്ച തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം ഞാൻ ഇന്നലെ ലേറ്റ് നൈറ്റ് ഞാൻ നോക്കിയപ്പോഴത്തേക്ക് ഒരു ലോകത്തിലെ പ്രസിദ്ധമായിട്ടുള്ള ഇത് എഴുതിയിരുന്ന പ്രൊബബിൾസ് എന്ന് പറയുന്ന 15 പേര് ഇന്ത്യയിൽ നിന്ന് ഒരിക്കലും ആരും ഉണ്ടായിട്ടില്ല. അത്രയും പ്രാഗൽഭ്യം ഇൻ്റർനാഷണൽ ലെവലിൽ സ്വീകരിച്ചാലും. പക്ഷേ എന്നെ സർപ്രൈസ് ചെയ്തുകൊണ്ട് ഇക്കാലത്ത് ആ ലിസ്റ്റിൽ 2 ഏഷ്യക്കാരുണ്ട്. അവർ വരികയോ വരാതിരിക്കുകയോ ചെയ്തിട്ട്. ഒന്ന് കൊളംബോയിലെ ശ്രീലങ്കയിലെ കർദിനാളായ മാൽക്കം രഞ്ജിത്ത്, ഒരു പ്രൊബബിൾ 15 പേരുള്ള ചുരുക്കപ്പട്ടികയിൽ വന്നിരിക്കുന്നതാണ്. മറ്റൊന്ന് കർദിനാൾ താഗ്ലെ എന്ന് പറയുന്ന മനിലയിലെ കർദിനാൾ. ഈ 2 പേര് ആ ലിസ്റ്റിൽ ഇടം പിടിച്ചു എന്ന് പറയുന്നത് ഏഷ്യയിലേക്കും. ഇതിന് കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ മാർപ്പാപ്പയാണ് ഏറ്റവും കൂടുതൽ കർദിനാളന്മാരെ വാഴിച്ചത്. നമുക്ക് തോന്നും മാർപ്പാപ്പ സ്വന്തക്കാരെ നിയമിക്കണം, അങ്ങനെയല്ല മാപ്പ ചെയ്തത്. പാപ്പ ചെയ്ത ലോകത്തിലെ കൊച്ചു രാജ്യം പാകിസ്ഥാന് എന്നെങ്കിലും ഒരു കർദിനാൾ ഉണ്ടാകുമെന്ന് പാകിസ്ഥാൻകാർ പോലും കരുതിയിട്ടില്ല. ബംഗ്ലാദേശിനുണ്ടായി, ശ്രീലങ്കയ്ക്കുണ്ടായി, കൊച്ചു മംഗോളിയ എന്നുള്ള രാജ്യത്ത് വെറും 15,000 കത്തോലിക്കരേ ഉള്ളൂ. അവരുടെ നിന്നും ആർച്ച് ബിഷപ്പിനും കർദിനാളും. അപ്പോൾ പാപ്പ പറഞ്ഞു എല്ലാ രാജ്യങ്ങൾക്കും ചെറുതോ വലുതോ ആകട്ടെ ഒരു അതിനകത്തുണ്ടാകണം. ഇന്ത്യ കർദിനാൾമാരുടെ എണ്ണത്തിൽ 3-ാം സ്ഥാനത്ത് വന്നു. നമുക്ക് പാപ്പ ഇത്രയും പ്രാധാന്യം നൽകുന്നത് മാർപ്പാപ്പ വന്നുകൊണ്ടാണ്. അപ്പോൾ അങ്ങനെ ദേശീയതയുടെ റെസ്ട്രിക്ഷൻ അല്ല, അതിനെ വിശാലമാക്കി. ഇപ്പം എനിക്ക് തോന്നുന്നു 105ഓളം രാജ്യങ്ങൾ കർദിനാൾമാരുടെ സഭയിലെ പ്രാതിനിധ്യമുണ്ട്. 258 68 കർദിനാൾമാരുള്ളതിൽ 135 പേർക്ക് മാത്രമേ വോട്ടവകാശമുള്ളൂ. 80 കഴിഞ്ഞു കഴിഞ്ഞാൽ വോട്ടവകാശമില്ല. ഇതിൽ ലോകത്തിലുള്ള ഒട്ടുമുക്കാലും ഭൂരിപക്ഷം രാജ്യങ്ങൾക്ക് പ്രാതിനിധ്യമുണ്ട്. അപ്പോൾ ദ മോസ്റ്റ് അൺപ്രഡിക്റ്റബിൾ ഇലക്ഷനാണ്. അതിൽ മാർപ്പാപ്പയുടെ സ്വാധീനം എത്രത്തോളം ഉണ്ടാകും നമുക്കറിയാൻ പാടില്ല. എങ്കിലും അങ്ങനെയുള്ള ഒരു പുരോഗമന സ്വഭാവമുള്ള ഒരു പിൻഗാമി ഉണ്ടായാൽ മാത്രമേ ഈ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കൂ. അല്ല, അങ്ങനെ ഒരു ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കാരണം ഈ തുറന്നിട്ട വാതിലുകൾ അത്ര വേഗം അടയ്ക്കാൻ പറ്റത്തില്ല. അടയ്ക്കാൻ പറ്റുക വെച്ചാൽ സഭയുടെ ചരിത്രം പരിശോധിച്ചാൽ നമ്മൾ ഒരേ സമയം ആധ്യാത്മികനാകുകയും ഭൗതികനാകുകയും ചെയ്യണമല്ലോ. അങ്ങനെ സഭയുടെ ഇതോടുള്ള ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ ഒരു പുരോഗമനവാദി വന്നു കഴിഞ്ഞാൽ
ഇതുവരെയുള്ള സഭയുടെ ചരിത്രത്തിൽ ഇത് ലോകത്തിലെ ഏറ്റവും പഴയ സംഘടനയാണ്. ഇത്രയും പഴക്കമുള്ള 2000 പഴക്കമുള്ള ഒരു സംഘടനയും ഭൂമിയിലില്ല. തുടർച്ചയായിട്ട് 266ാമത്തെ പോപ്പാണ് നമ്മൾ തിരഞ്ഞെടുക്കാൻ പോകുന്ന 67ാമത്തെ പോപ്പിനാണ്. അത് ക്രൈസ്റ്റിൻ്റെ പീറ്റർ തൊട്ട് ഇങ്ങോട്ട് നമുക്ക് എണ്ണി പറയാം. അപ്പോൾ ഇതിൽ വരാൻ പോകുന്ന ആളുകൾ സാധാരണഗതിയിൽ ഒരു ആൾ പുരോഗമനവാദം വന്നു കഴിഞ്ഞാൽ ഒരു കൺസർവേറ്റീവിനാണ് എപ്പോഴും അടുത്തത് പോപ്പായിട്ട് ഇപ്പോൾ. കാര്യം ആ ബിഷപ്പുമാർ കർദിനാൾമാർ ആലോചിക്കും ഇയാൾ ഒരുപാട് പുരോഗമനം കൊണ്ടുവന്നു കഴിഞ്ഞു, ഇനി ഒന്ന് റീസ്ട്രെയിൻ ചെയ്യണം എന്നത്. അതല്ല എങ്കിൽ ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരാളാണ്. അത് ബാലൻസ് ആണ്. അപ്പം ഞാൻ ഇന്ന് ആ 15 പേരുടെ ഇതിനകത്ത് ഞാൻ ഇത് വളരെ ഇതായിട്ട് ഞാൻ നോക്കിയപ്പോഴത്തേക്ക് സാധ്യതയുള്ള ആളുകളുടെ എല്ലാവരും കരുതിയിരുന്ന ആളുകളെക്കാൾ കൂടുതലായിട്ട് ആഫ്രിക്കയിൽ നിന്നുള്ള ഒരു കർദിനാൾ വരാനുള്ള ഒരു സാധ്യത ഉണ്ട് എന്നാണ് കേട്ടത്. അദ്ദേഹത്തിൻ്റെ പേരിലുള്ള ഒരു മൈനസ് പോയിൻ്റ്, മൈനസ് എന്ന് പറയാൻ പറ്റുകയില്ലെങ്കിലും അദ്ദേഹം എല്ലാ കാര്യങ്ങളും പോപ്പിനോട് ചോദിച്ചപ്പോൾ ഒരു കാര്യത്തിൽ അദ്ദേഹം വിയോജിപ്പ് ഈ അടുത്ത കാലത്ത് പറഞ്ഞു. അതായത് എന്തുകൊണ്ടാണെങ്കിലും ഒരേ സെക്സ് വിവാഹം, അതായത് യൂണിസെക്സ് വിവാഹം കഴിഞ്ഞ ആളുകളെ ബ്ലസ് ചെയ്യുന്നതിൽ തെറ്റില്ല എന്ന് പാപ്പ പറഞ്ഞു. കാര്യം ബ്ലസ്സിങ് എന്ന് പറയുന്ന ആരെങ്കിലും ക്വാളിഫിക്കേഷൻ നോക്കി കൊടുക്കുന്ന ഒന്നല്ല. നമ്മുടെ മനസ്സാൽ അത് ആർക്കും കൊടുക്കാം. ഒരു ഇതാണ്, അത് മൃഗങ്ങൾക്കും മനുഷ്യർക്കും സസ്യങ്ങൾക്കും ഒക്കെ കൊടുക്കാം. അപ്പം അങ്ങനെയുള്ള അപ്പം ഈ കെനിയയിലെ കർദിനാൾ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഗവൺമെൻറ്റിനെ പോലും വിറപ്പിക്കുന്ന കർദിനാളാണ്. പേരിയാമർ കർദിനാൾ പറഞ്ഞു, ഞാൻ എൻ്റെ അധികാരം, അതായത് അവിടുന്ന് എനിക്ക് തന്നതാണ്, മാർപ്പാപ്പ എനിക്ക് തന്ന അധികാരം ഉപയോഗിച്ച്, മാർപ്പാപ്പ സ്ഥാനം എനിക്ക് തന്നയച്ച് എൻ്റെ ഡയസിസിലെ ബിഷപ്പ് അച്ഛന്മാരാരും തന്നെ ഒരേ ലിംഗത്തിൽ വിവാഹം കഴിച്ച ആളുകളെ ബ്ലസ് ചെയ്യാൻ പാടില്ല എന്ന് ഞാൻ വിലക്കിയിട്ടുണ്ട്. ബാക്കി എല്ലാ കാര്യങ്ങളിലും ഞാൻ യോജിക്കുന്നു. അപ്പോൾ ഇതൊരു പോസിറ്റീവ് ഗുണമായിട്ട് കാണുകയാണെങ്കിൽ മറ്റു കർദിനാൾമാർ, അതായത് പുള്ളി തൻ്റെ അഭിപ്രായം രഹസ്യമായിട്ട് വയ്ക്കുകയില്ല, സ്റ്റേണായിട്ട് പറയുകയാണ് ചെയ്തത്. അങ്ങനെയാണെങ്കിൽ ഒരുപക്ഷെ കെനിയയിൽ നിന്നും ഒരു ബിഷപ്പ്, കെനിയ അല്ലെങ്കിൽ നൈജീരിയയിൽ നിന്ന് വരാനാണ് സാധ്യത എന്നാണ്. ആഫ്രിക്കക്കാർ വരികയാണെങ്കിൽ 5-ാം നൂറ്റാണ്ടിന് ശേഷം ഇതുവരെ ഒരു ആഫ്രിക്കൻ ബിഷപ്പ് പോപ്പായിട്ടില്ല. ഏറ്റവും അവസാനം ഇരുന്നത് 5-ാം നൂറ്റാണ്ടിലെ ഒരാളാണ്. അപ്പോൾ വരാൻ സാധ്യതയുണ്ട്. നമുക്ക് ഇത് ഏതാണ്ട് കൺക്ലൂഡ് ചെയ്യാം. അതായത് നമ്മൾ ഫ്രാൻസിസ് മാർപ്പാപ്പയെ കുറിച്ച് പറയാം. ഞാൻ 1-2 കാര്യങ്ങൾ കൂടി സൂചിപ്പിച്ചിട്ട് അദ്ദേഹത്തെക്കുറിച്ചുള്ള അതൊരുപക്ഷെ അധികം പേര് ശ്രദ്ധിക്കാത്തൊരു കാര്യമാണ്. ഈ മാർപ്പാപ്പ എലക്ട് ചെയ്യപ്പെടുന്ന ഒരു നേരത്തെ വളരെ സജീവമായിട്ടുണ്ടായിരുന്ന ഒരു കാര്യമാണ് ലിബറേഷൻ തിയോളജി ഓഫ് ലിബറേഷൻ. അപ്പോൾ അതിൻ്റെ ആ പേരിൽ ഒരുപാട് ദൈവശാസ്ത്രജ്ഞന്മാരും ഒക്കെ ഉണ്ടായിരുന്ന സമയമാണ്. ഈ മാർപ്പാപ്പ അദ്ദേഹത്തിൻ്റെ മനസ്സ് മുഴുവനും ലിബറേഷനായിരുന്നു. പക്ഷേ ആ ഒരു ബ്രാൻഡിൽ ചെന്ന് പെട്ടില്ല. ചെന്ന് പെടാതെ മാറി നിന്നുകൊണ്ട് എക്സിക്യൂട്ട് ചെയ്തത് മുഴുവനും ലിബറേഷൻകാർ പറഞ്ഞ ആ സംഗതികളായിരുന്നു അദ്ദേഹം എക്സിക്യൂട്ട് ചെയ്തത്. ഈ പറഞ്ഞ നേരത്തെ സാറ് സൂചിപ്പിച്ചതുപോലുള്ള ഈ വിമൻ പങ്കാളിത്തം കാര്യങ്ങൾക്ക് ഒരുപാട് പ്രാധാന്യമുണ്ട്. ഇപ്പം ഞാൻ ഈ ബിഷപ്സ് ഹൗസിലൊക്കെ ചാൻസലർ എന്നും പറഞ്ഞൊരു പോസ്റ്റുണ്ട്. അവിടെ റോമൻ കുര്യയിലും ഉണ്ട്. ചാൻസലേഴ്സും മിക്കവാറും പേര് ഇപ്പോൾ ലേഡീസാണ്. അവർക്ക് പ്രാധാന്യം കൊടുക്കും. മാത്രമല്ല ഒരുപക്ഷെ ഹരികുമാർ വാല്യത്തിന് അറിയാമെന്ന് അറിഞ്ഞൂടാ, ഈ പിന്നെ ഈസ്റ്ററിനോടനുബന്ധിച്ച് ഞങ്ങൾക്കൊരു കാലുകഴുകൽ ശുശ്രൂഷയുണ്ട്. വ്യാഴാഴ്ച രാത്രി പിന്നെ ഈ വിശുദ്ധ കുർബാന സ്ഥാപിക്കുന്നതിന് തൊട്ട് മുമ്പ് കാലുകഴുകൽ ശുശ്രൂഷയിൽ ലോകമുണ്ടായിട്ട് ഇന്ന് വരെ ഒരു പെണ്ണിനെ കാല് കഴുകണമെന്ന് ആരും പറഞ്ഞിട്ടില്ല. ഈ മാർപ്പാപ്പ പറഞ്ഞ് ഈ ലേഡീസിൻ്റെ കൂടി കഴുകണം. നമ്മുടെ കത്തീഡ്രലിൽ ഇത്തവണ ലേഡീസിൻ്റെ കാലുകൾ കഴുകുന്നുണ്ടായിരുന്നു. ക്രൈസ്തവനല്ലാത്ത ഒരാളുടെ കാലും പാപ്പ കഴുകുക. മാത്രമല്ല കാല് കഴുകലിന് മാർപ്പാപ്പ പോകുന്നത് ജയിലിലാണ്. അവിടുത്തെ ഇൻമേറ്റ്സിന്റെ അടുത്ത് അതാണ് സൂചിപ്പിച്ചത്. ഏറ്റവും പിന്നിൽ നിൽക്കുന്ന, അതന്നെ സമൂഹം കിരീടം വെക്കാത്തവനെയാണ് അദ്ദേഹം പാപ്പ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ശവസംസ്കാരം ലോകത്തിലെ കരുത്തനും പ്രബലനുമായ ഒരാളുടേതായിരിക്കരുത്. അത് ഒരു സാധാരണ ക്രിസ്തു ശിഷ്യന് മരിച്ചു കഴിഞ്ഞാൽ എങ്ങനെ അടക്കണമോ അതാണ്. 9 ദിവസത്തേക്ക് എടുത്ത് വെക്കേണ്ട, 3 ദിവസത്തിൽ കൂടുതൽ ഇത് വെക്കേണ്ട. വിശേഷണങ്ങളില്ലാത്ത ഒരു വിശേഷ ജീവിതമാണ് അദ്ദേഹം. നമുക്ക് ഇപ്പോൾ ഇത് ഏതാണ്ട് പൂർണ്ണമാക്കാം. കാരണം ഫ്രാൻസിസ് മാർപ്പാപ്പയെ കുറിച്ച് നമ്മളിങ്ങനെ ഇരുന്ന് പറയാൻ തുടങ്ങിയാൽ 9 അല്ല 15 ദിവസം എടുത്താലും തീരില്ല. നമുക്കിപ്പോൾ തൽക്കാലം ഇത് പൂർണ്ണമാക്കാം. ഈ ഒരു ചർച്ചയിൽ പങ്കെടുക്കാൻ ഇവിടെ എത്തിച്ചേർന്ന PJJ ആൻ്റണി സാറിനും ഹരികുമാർ വാല്യ സാറിനും അതുപോലെ സുനിൽ മർക്കോസ് സാറിനും എല്ലാവർക്കും റേഡിയോ നെയ്തലിൻ്റെ നാമത്തിൽ പ്രത്യേകം നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. തലമുറയിലെ കുട്ടികളോടും നമുക്കൊന്ന് പറയണം, ഇന്ന് ഇറങ്ങുന്ന ഏത് പത്രവും ആയിക്കോട്ടെ വീട്ടിൽ വരുന്നത്
ഈ പത്രം അവരെടുത്ത് സൂക്ഷിച്ചു വെക്കണം. കാരണം ഇതൊരു ടെക്സ്റ്റാണ് അവർ. അതെ, അദ്ദേഹത്തിൻ്റെ ജീവിതം എങ്ങനെയാണ് ഒരു ആധ്യാത്മിക പരിവേഷമുള്ള ഒരു പുരോഹിതൻ, അല്ലെങ്കിൽ അദ്ദേഹത്തിനെ നേതാവെന്ന് തന്നെ വിളിക്കാം, കീഴ്വഴക്കങ്ങൾ ലംഘിച്ചുകൊണ്ട് മാനവികതയ്ക്ക് വേണ്ടി എങ്ങനെ ജീവിച്ചു, ഭൂമിക്ക് വേണ്ടി എങ്ങനെ ജീവിച്ചു, പ്രകൃതിക്ക് വേണ്ടി എങ്ങനെ ജീവിച്ചു, സഹജാതരോട് എങ്ങനെ നന്നായി പെരുമാറി എന്നുള്ള പാഠമാണത്. അപ്പോൾ ഒരു പുസ്തകമാണ് ഇന്നത്തെ ഏത് പത്രവും വരുത്തിക്കോട്ടെ, ഏത് പത്രവും ആയിക്കോട്ടെ, എടുത്ത് സൂക്ഷിച്ചു വെക്കണം. മതത്തേക്കാൾ വലുതാണ് മനുഷ്യ അതിൽ എല്ലാവരും പങ്കെടുക്കണം.